ഹായ്ഡ മക്കളെ, എല്ലാവർക്കും എക്സാം ഒക്കെ എളുപ്പമായെന്ന് കരുതുന്നു. നമുക്കപ്പോൾ ആ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. നമുക്കറിയാം ആദ്യത്തെ രണ്ട് സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷേ അതിനകത്ത് 2-നും 4-നും അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതോടൊപ്പം ആ രണ്ട് നോൺ സീറോ ഡിജിറ്റിന് ഇടയിലുള്ള ആ സീറോയും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്മുടെ ആൻസർ വരിക 3 ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 ആണ്. 2, അതിൽ 0, 4. ഓക്കെ, അടുത്തത് പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എറേഴ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എയുടെ പവർ 3 ആണ്. സോ 3 ഇൻറ്റു എയുടെ പെർസെൻറ്റേജ് എറർ 1 ആണ്, പ്ലസ് ബിയുടെ പവർ 2 ആണ്, പെർസെൻറ്റേജ് എറർ 2 ആണ്, പ്ലസ് സിയുടെ പവർ 1 ആണ്, സിയുടെ പെർസെൻറ്റേജ് എറർ 3 ആണ്, പ്ലസ് ഡിയുടെ പവർ 1 ആണ്, പെർസെൻറ്റേജ് എറർ 4 ആണ്. സോ ഇതെല്ലാം 3 + 4 + 3 + 4 ദാറ്റ് ഈസ് 7 + 7 നമുക്ക് 14% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, എറേഴ്സ് എപ്പോഴും ആഡ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ദ ടൈം അറ്റ് വിച്ച് ദ പാർട്ടിക്കിൾ മൊമെൻ്റർലി കം ടു റെസ്റ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. dx/dt ദാറ്റ്സ് ഈക്വൽ ടു 10 - 2 × 2t ആണ്. 10 - 2 × 2t ദാറ്റ്സ് ഈക്വൽ ടു 10 - 40 ദാറ്റ്സ് ഈക്വൽ ടു 0 ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. മൊമെൻ്റർലി കം ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് 0യോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 10 - 40 ഈക്വൽ ടു 0 ദാറ്റ്സ് ഈക്വൽ ടു 10 ഈസ് ഈക്വൽ ടു 40. നമുക്ക് ടൈമാണ് വേണ്ടത്. t ഈസ് ഈക്വൽ ടു 10/4 5/2 2.5 സെക്കൻഡ് എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എറിഞ്ഞ് തിരിച്ച് ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും എക്സ് ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണ്, അത് മാറുന്നില്ല. സോ ചേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് 0 വരും. പക്ഷേ വൈ ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഒന്ന് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഫൈനലിൽ എത്തുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അവിടെ നമുക്ക് 2mu sin θ എന്നായിരിക്കും എഴുതാൻ പറ്റുക. ഓക്കെ, വൈ കമ്പോണൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ 2 × m 1 ആണ്, u നമുക്ക് 50 ആണ്, sin 30 ആണ്. sin 30 വരുമ്പോഴത്തേക്കും 1/2. സോ 2 ക്യാൻസൽ ചെയ്ത് കളയാം, ആൻസർ 50 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതൊക്കെ റിസൾട്ടായിട്ട് തന്നെ ഓർത്തിരിക്കുക. എക്സ് ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണ്, വൈ ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം 2mu sin θ ആണ്. തീറ്റ നമ്മൾ എടുക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ വരിക. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ റീകോയിൽ വെലോസിറ്റി മൊമെൻറ്റം കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ നമുക്കറിയാം ഫൈനലി ബുള്ളറ്റ് അവിടെ ഇരിക്കുകയാണ്. സോ ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. സോ ഫൈനൽ മൊമെൻറ്റവും 0 തന്നെയായിരിക്കും. സോ ഫൈനൽ മൊമെൻറ്റം നമുക്കൊന്ന് എഴുതാം. സോ ബുള്ളറ്റിൻ്റെ മാസ് 40 ഗ്രാം ആണ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 400 ആണ്, പ്ലസ് നമ്മുടെ ഗണ്ണിൻ്റെ മാസ് 10 ആണ്, അതിൻ്റെ വെലോസിറ്റി v' ആണ്. അതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണാണ് നമുക്ക് വേണ്ടത്. ആ വെലോസിറ്റി v' എന്ന് കൊടുത്താൽ ഓൾ ദാറ്റ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു നമുക്ക് 0യോട് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ 3 0യും 10⁻³ കട്ട് ചെയ്യുക അല്ലേ. സോ 16 ഇസ് ഈക്വൽ ടു ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ -10 × v'. സോ v' ഇസ് ഈക്വൽ ടു നമുക്ക് 16/10 ദാറ്റ് ഈസ് 1.6 m/s എന്ന് കിട്ടും. ആ മൈനസ് സൈൻ എന്താണ് മീൻ ചെയ്യുന്നത്, ബുള്ളറ്റ് ഫ്രണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഗണ്ണ് പുറകോട്ട് പോകുന്നു. അതാണ് ആ മൈനസ് സൈൻ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരിക 1.6 m/s ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ബുള്ളറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഒരു മൊമെൻറ്റം കൺസർവേഷനെ തന്നെ ബേസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് ടുവേർഡ്സ് വെസ്റ്റ് വിത്ത് എ സ്പീഡ് v collides with another particle of mass m moving towards south. If two particles stitch to each other
ദ സ്പീഡ് ഓഫ് ദ ന്യൂ പാർട്ടിക്കിൾ ഓഫ് മാസ് 2m. അപ്പോൾ ഒരാൾ പോകുന്നത്, നിങ്ങൾ നോക്കൂടാ കുഞ്ഞുങ്ങളെ, ഒരാൾ പോകുന്നത് മാസ് m വിത്ത് വെലോസിറ്റി v ടുവേർഡ്സ് വെസ്റ്റ് ആണ്. ഓക്കെ, മാസ് m. അപ്പം മൊമെൻറ്റം mv എന്ന് നമുക്ക് കൊടുക്കാം. മറ്റേ ആൾ വരുന്നത് എങ്ങനെയാണ്? സൗത്തിലേക്കാണ് വരിക. സൗത്തിലേക്ക് വരുമ്പോൾ അയാളുടെ മാസ് m തന്നെയാണ്, വെലോസിറ്റി നമുക്ക് v എന്ന് കൊടുക്കാം. സോ ഇവിടുത്തെ റിസൾട്ടൻ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് √2mv, 90 ഡിഗ്രിയാണ് റിസൾട്ടൻ്റ് മൊമെൻറ്റം, √2mv ആണ്. സോ ഇനിഷ്യൽ മൊമെൻറ്റം എത്രയായിരുന്നോ അത് തന്നെയായിരിക്കും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ ഫൈനൽ മൊമെൻറ്റവും അത് തന്നെയായിരിക്കും. സോ ഒരുമിച്ച് പോകുമ്പോൾ അവരുടെ മാസ് 2m ആണ്, വെലോസിറ്റി നമുക്ക് v' എന്നങ്ങ് കൊടുക്കാം. സോ എമ്മിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. v' √2v ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. √2v ഡിവൈഡഡ് ബൈ 2. സോ നമ്മുടെ ആൻസറായി v ഡിവൈഡഡ് ബൈ √2 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, വെക്ടർ ടേംസിൽ എഴുതുക. അടുത്തത് നമുക്കൊരു ഹോളോസ്ഫിയർ ആണ് തന്നിട്ടുള്ളത്. ഹോളോസ്ഫിയറിൻ്റെ കേസിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ഹോളോസ്ഫിയറിൽ ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു 13 ന്യൂട്ടൺ ഫോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇവിടുത്തെ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഫോഴ്സ് അപ്ലൈ ചെയ്തത് 30 ആണ്. സോ സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ 10⁻⁻² ഇൻറ്റു ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആയി. ഫോഴ്സ് 30 ആണ്, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്. അത് ഈക്വൽ ടു അല്ലേ, ആ ഒരു വാല്യൂ ഈക്വൽ ടു നമുക്ക് എന്നാന്ന് കൊടുക്കാം, I⁴ എന്ന് കൊടുക്കാം. നമുക്കറിയാം ഹോളോസ്ഫിയറിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/3 mr². m 1 ആണ്, r² കൊടുക്കുമ്പോൾ 10 × 10⁻⁻² (² ഇൻറ്റു ആൽഫ. അപ്പോൾ ടോർക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ദാറ്റ്സ് ഈക്വൽ ടു I × α എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 10 × 10⁻⁻²ഉം ഒരു ഇവിടെയുള്ള ഒരെണ്ണമായിട്ട് കട്ട് ചെയ്യാം. സോ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 90/2. ഈ ഇവിടെ വരുമ്പോഴത്തേക്കും 10⁻⁻1 വരും, അത് താഴേക്ക് വരും 10⁻⁻1. സോ 900 ഡിവൈഡഡ് ബൈ 2. സോ 450 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 450 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, സോ അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹോളോസ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിഞ്ഞിരിക്കണം. 2/3 mr² ആണ്. അടുത്ത കെപ്ലേഴ്സ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം കെപ്ലേഴ്സ് ലോയിൽ സൺ ഇവിടെയാണ് എങ്കിൽ പ്ലാനറ്റ് ഇവിടെ വരുമ്പോൾ മാക്സിമം വെലോസിറ്റിയും പ്ലാനറ്റ് ദൂരെ ആയിരിക്കുമ്പോൾ മിനിമം വെലോസിറ്റിയുമാണ്. ആ കുഞ്ഞു റേഡിയസ് ആറാണെന്നും വലിയ മാക്സിമം ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആറാണെന്നുമാണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം കെപ്ലേഴ്സിൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അവിടെ എങ്ങനെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. mv(r) = കോൺസ്റ്റൻ്റ്. സെയിം പ്ലാനറ്റ് ആയതുകൊണ്ട് എമ്മിനെ നമുക്കങ്ങ് കളയാം. സോ mv, ഇവിടുത്തെ v എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. മിനിമം സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് v0 മാക്സിമം സ്പീഡ്. അപ്പോൾ ഇവിടുത്തെ സ്പീഡാണ് നമുക്ക് വേണ്ടത്. v' ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ്, r, സ്മോൾ r ഇസ് ഈക്വൽ ടു ഓക്കെ സ്മോൾ r v' സ്മോൾ r ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഇവിടെയുള്ള മാക്സിമം സ്പീഡ് മിനിമം സ്പീഡാണ് v0. നമുക്കൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഇങ്ങോട്ട് വരാമേ, ഇവിടേക്ക് മാറ്റി എഴുതാം. ഇവിടെയുള്ള മാസ് m ആണ്, വെലോസിറ്റി മാക്സിമം ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിനൊരു പേര് v' എന്ന് കൊടുക്കാം. ആ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് r ആണ് അവിടുത്തെ. അപ്പോൾ ഈ പൊസിഷനിലുള്ള ആംഗുലാർ മൊമെൻറ്റം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ പൊസിഷനിലുള്ള ആംഗുലാർ മൊമെൻറ്റമാണ്. ആ സെയിം പ്ലാനറ്റ് തന്നെയാണ്, മാസ് m തന്നെയാണ്. അവിടുത്തെ വെലോസിറ്റി v മിനിമം ആണ്, അവിടെയുള്ള വെലോസിറ്റി അതിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ v0 എന്ന് തന്നിട്ടുള്ളത്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. m ഒക്കെ കട്ട് ചെയ്യാം. സോ അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് v' ഇസ് ഈക്വൽ ടു v0 r ഡിവൈഡഡ് ബൈ സ്മോൾ r എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നമുക്കറിയാം
ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഇൻറ്റു ആർ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്ത് ഓർത്തിരിക്കാവുന്നതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ആർ. അപ്പോൾ റോയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ, ഇവിടെ ക്വസ്റ്റ്യന് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എന്തായാലും ആറ് കൂടിയ അല്ലെങ്കിൽ വലിയ പ്ലാനറ്റിന് തീർച്ചയായിട്ടും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. സോ ഗ്രേറ്റർ ഓൺ ദി ലാർജർ പ്ലാനറ്റ്. പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിയുടെ കേസിൽ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ 200 ഗ്രാം മാസ് വെച്ചു. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ആ മാസിനെ എടുത്ത് മാറ്റി. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? അതൊരു 2 സെൻറ്റിമീറ്റർ സർഫസിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ എബവ് അത് നിൽക്കുകയാണെന്നാണ്. ടോപ്പ് സർഫസ് ഈസ് 2 സെൻറ്റിമീറ്റർ എബവ് വാട്ടർ ലെവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വെയിറ്റ് എത്രയായിരുന്നു എന്ന് നോക്കാം. 200 m ഇൻറ്റു ജി. അതെന്ന് പറയുന്നത് ഇവിടെ ഉള്ള അപ്ത്രസ്റ്റിനോട് ഈക്വലാണ്. ഇവിടെയുള്ള അപ്ത്രസ്റ്റ് എന്താണ്? വി റോ ജി ആണ്. അപ്പോൾ ആ വി റോയിൽ നമുക്ക് ആ ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിനെ എല്ലാം അങ്ങ് എടുക്കുകയാണെങ്കിൽ വോളിയം വി ക്യൂബാണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് 2 എന്ന് കൊടുക്കാം. 2 സെൻറ്റിമീറ്റർ ആണ്. 2 × 10⁻² ഇൻറ്റു എൽ സ്ക്വയർ. ഇപ്പോൾ വോളിയമായി. റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 10⁻³ ആണ്. 1000 എന്ന് കൊടുക്കാം. വി റോ ജി. അപ്പോൾ നമുക്ക് ഈ ജീനെയൊക്കെ കട്ട് ചെയ്യാം. സോ ഇതിൽ നിന്ന് അൺനോൺ ആയിട്ട് എല്ല് മാത്രമേ ഉള്ളൂ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് കുക്കിങ്ങിൻ്റെ കേസിൽ ആ ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഹൈ കണ്ടക്ടിവിറ്റിയും ലോ സ്പെസിഫിക് ഹീറ്റും ആയിരിക്കണം. കാരണം ലോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ മതി, അവിടെ ഒരു 1 ഡിഗ്രി ചെറിയൊരു ഹീറ്റ് മതി 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ലോ സ്പെസിഫിക് ഹീറ്റും ഹൈ കണ്ടക്ടിവിറ്റിയും. ഓക്കെ, കൂടുതലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, എന്നാൽ ചെറിയൊരു ഹീറ്റും കൊണ്ട് തന്നെ 1 ഡിഗ്രി സെൽഷ്യസിന് ചേഞ്ച് ഉണ്ടാവുകയും വേണം. സോ ലോ സ്പെസിഫിക് ഹീറ്റും ഹൈ കണ്ടക്ടിവിറ്റിയുമാണെന്ന് ഓർത്തിരിക്കുക. ഡയറക്റ്റ് റിലേഷനാണ് ഗാമയും ഡിഗ്രി ഓഫ് ഫ്രീഡവും തമ്മിലുള്ള റിലേഷൻ. ഗാമ ഈസ് ഈക്വൽ ടു 1 + 2/f ആണ്. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എസ് എച്ച് എമ്മിൻ്റെ കേസിൽ. നമുക്കറിയാം ബോഡി യൂണിഫോംലി ആക്സിലറേറ്റഡ്. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്കറിയാം ഇവിടെ മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ പോകുന്നതനുസരിച്ചിട്ട് എന്തായിരിക്കും സംഭവിക്കുക? റീസ്റ്റോറിങ് ഫോഴ്സ് കൂടുതൽ ആവുകയും റീസ്റ്റോറിങ് ആക്സിലറേഷൻ കൂടുകയുമാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഒരു മീൻ പൊസിഷനിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നതെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സ് 0, ആക്സിലറേഷൻ 0. പക്ഷേ പാർട്ടിക്കിൾ ഇങ്ങനെ മാറി പോകുന്നതനുസരിച്ച് റീസ്റ്റോറിങ് ഫോഴ്സ് കൂടുകയും റീസ്റ്റോറിങ് ആക്സിലറേഷൻ കൂടുകയും ചെയ്യും. അതായത് പാർട്ടിക്കിൾ ഏറ്റവും എക്സ്ട്രീം പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള റീസ്റ്റോറിങ് ഫോഴ്സും റീസ്റ്റോറിങ് ആക്സിലറേഷനും കൂടുതലായിരിക്കും. സോ നമ്മൾ റിസൾട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മാക്സിമം റീസ്റ്റോറിങ് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ω² ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് അല്ല, ഓരോ പോയിന്റിലും വ്യത്യാസമുണ്ട്. അടുത്തത് നമുക്കറിയാം നമ്മൾ 2 ചാർജിൽ മീഡിയത്തിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വാക്വത്തിൽ അല്ലെങ്കിൽ എയറിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ k ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എപ്സിലോൺ 0 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ r അല്ലെങ്കിൽ എപ്സിലോൺ 0 ഇൻറ്റു ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സർഫസിലുള്ള ഹോളോ സ്ഫെറിക്കൽ കണ്ടക്ടർ ഹോളോയാണ്. സോ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ ആ സെയിം പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇൻസൈഡിലുള്ള എല്ലാ പോയിന്റിലും എന്നുള്ളത് ഓർത്തിരിക്കുക. റെസിസ്റ്റിവിറ്റി വളരെ സിമ്പിളാണ്. R is equal to ρ × L / A ആണ്. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 0.02 ആണ്. 0.02 is equal to ρ ആണ് വേണ്ടത്. ലെന്ത് 5 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ 2 × 2 × 2 മില്ലിമീറ്ററിലാണ്. സോ 10⁻⁻6 എന്ന് ഇട്ട് സോൾവ് ചെയ്യാം. റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ 3 കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് 5 സെല്ല് വെച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 സെല്ല് ഇങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന 5 സെല്ലാണ്. ഒരെണ്ണം തിരിച്ച് കണക്ട് ചെയ്തു. ഓക്കെ, ഒരെണ്ണം തിരിച്ച് കണക്ട് ചെയ്തു.
അപ്പോൾ എന്നാ സംഭവിക്കാമെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണേ തിരിച്ച് കണക്ട് ചെയ്തോളൂ. പക്ഷേ ഇത് പ്ലസ് വി ആകുമ്പോൾ ഇതെന്താകും? മൈനസ് വി ആകും. ഇത് പ്ലസ് വി ആണെങ്കിൽ ഇത് മൈനസ് വി, രണ്ട് തിരിഞ്ഞ് വരും. സോ ഇവർ രണ്ടുപേരും അങ്ങ് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. സോ ഒരാളെ തിരിക്കുമ്പോൾ ഇൻ എഫക്റ്റ് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് പോകും. സോ അവിടെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3e ആയിരിക്കും. ഓക്കെ, അടുത്ത ലോറൻസ് ഫോഴ്സ് ഡയറക്റ്റ് ആണ്. Q ഇൻറ്റു ഇ വെക്ടർ പ്ലസ് വി ക്രോസ് ബി ആണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q ഇൻറ്റു ഇ വെക്ടറും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q ഇൻറ്റു വി ക്രോസ് ബി ആണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ ഐ എന്ന് പറയുന്ന കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമ്മൾ ചെയ്യുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വെച്ചു കേൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. ഇനി നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ്, വെലോസിറ്റി മുകളിലേക്കാണ്. ഓക്കെ, നിങ്ങളുടെ ആ ബുക്ക് ഇരിക്കുന്ന പ്ലെയിനിലൊന്ന് ചെയ്തു നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് താഴേക്ക്, വെലോസിറ്റി ഇങ്ങോട്ട്. സോ ലെഫ്റ്റിലേക്കായിരിക്കും നമുക്ക് നമ്മുടെ തമ്പ് ഇരിക്കുക. സോ ലെഫ്റ്റ് എന്ന് പറയുന്നത് OXൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. തമ്പ് ഫോർ ഫിംഗർ സെൻട്രൽ ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നു. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, സെൻട്രൽ ഫിംഗർ വെലോസിറ്റി, ഫോഴ്സ് ആയിരിക്കും തമ്പ് തരിക. ഓക്കെ, അടുത്തത് വളരെ സിമ്പിളാണ്. നമ്മളൊരു ബാർ മാഗ്നറ്റിനെ മിഡ് പോയിന്റിൽ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്താൽ അവിടെ പോൾ സ്ട്രെങ്ത് മാറുന്നില്ല, പോൾ സ്ട്രെങ്ത് സെയിം തന്നെയായിരിക്കും. പക്ഷെ ലെന്ത് പകുതി ആയതുകൊണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പകുതിയാകും. സോ ഓപ്ഷൻ 3. നമുക്കറിയാം ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ കേസിൽ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും കറണ്ടും ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇൻഡക്ടറിൽ വോൾട്ടേജ് മുകളിലേക്കാണെങ്കിൽ താഴേക്കായിരിക്കും കറണ്ട് വരിക, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വരിക. ദാറ്റ് മീൻസ് എല്ലിനും സിക്കും അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. റെസണൻസ് നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റുകളെല്ലാം റാഡ് പെർ സെക്കൻഡിലാണ്. സോ ഒമേഗയാണ് വേണ്ടത്. ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC. വാല്യൂ തന്നിട്ടുണ്ട്. 1/√L 8 ആണ്. സിയുടെ വാല്യൂ 0.5 × 10⁻⁻6 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 500 റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കണം, അല്ലാതെ ചാടിക്കയറി 1/2π√LC ചെയ്യേണ്ട. ഹെഡ്സിലല്ല തന്നിരിക്കുന്നത്, റാഡ് പെർ സെക്കൻഡിലാണ്. സോ ഒമേഗ കണ്ടുപിടിച്ചാൽ മതിയാകും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്സലറേറ്റഡ് ചാർജസ് വഴിയിട്ടാണ്. നമുക്കറിയാം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇൻ ഫേസിലാണ്, ഒരേ സമയത്താണ് മാക്സിമം, ഒരേ സമയത്താണ് മിനിമം എത്തുക. സോ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളത് അവർ ഓപ്പോസിറ്റ് ഫേസ് എന്നുള്ള ഒരു ടേം ആയിരിക്കും റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രിഞ്ച് വിഡ്ത്ത് വളരെ സിമ്പിളാണ്. ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു λd/d ആണ്. ഈ ഒരു കേസിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ് നമ്മൾ ഹാഫാക്കി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീന് ഡബിൾ ചെയ്തു, 2d. സോ നമുക്ക് അടുത്ത ഇക്വേഷനായിട്ട് എഴുതാം. ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു λ ഡബിൾ ചെയ്തു, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തു, സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആക്കി. അപ്പോൾ ഈ 2 മുകളിലേക്ക് പോകും. സോ 4β എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 4β ക്വാഡ്രപ്പിൾഡ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് നമുക്ക് ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഫോക്കസിൻ്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആ സെയിം സൈഡിൽ തന്നെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഒറ്റയടിക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഫോക്കസിനും ലെൻസിനും ഇടയിലാണ് നമ്മുടെ ഒബ്ജക്റ്റ്, f/2ലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ എന്തായാലും നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പാണ് അല്ലേ, സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ നമുക്കറിയാം സെയിം സൈഡിൽ തന്നെ വെർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുക. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബാക്കി ബാക്കി 2 എണ്ണവും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും 2ഉം 4ഉം അല്ലാന്ന് ഒറ്റയടിക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ വെർച്വലാണ്, അതിലേതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലെൻസ് ഫോർമുലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. സോ 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f ആണ്. 1/v മൈനസ് 1/-f/2 ലെഫ്റ്റ് സൈഡിലാണ്.
ഈക്വൽ ടു 1 ബൈ കോൺവെക്സ് ലെൻസ് ആണ്, സോ എഫ് പോസിറ്റീവ് ആയിരിക്കും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എഫ് എന്ന് തന്നെയായിരിക്കും ആൻസർ കിട്ടുക, പി ഈക്വൽ ടു എഫ്. ഓക്കെ, സോ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, മാഗ്നിഫൈഡ് ആയിരിക്കും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ നമുക്ക് കിട്ടുക എഫ് എന്നായിരിക്കും. ഓക്കെ, എഫ് അല്ല മൈനസ് എഫ് എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ നമുക്കറിയാം മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് മാറും. അടുത്തത് കട്ട് ഓഫ് വോൾട്ടേജിൻ്റെ കേസാണ്. ദ കട്ട് ഓഫ് വോൾട്ടേജ് ഈസ് ഫൗണ്ട് ടു ബി V0, ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ മാറി. ഇഫ് ദ സെയിം സോഴ്സ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ദ സെൽ, ദെൻ കട്ട് ഓഫ് സെയിം തന്നെയായിരിക്കും അല്ലേ, ആ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ വയ്ക്കുന്ന ഡിസ്റ്റൻസിനെ ഒന്നും അല്ല, മെറ്റീരിയലിനനുസരിച്ച് സെയിം ഒരൊറ്റ കട്ട് ഓഫ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ രണ്ട് അറ്റത്തിനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്ത് വെക്കുക. 13 മൈനസ് 6, ഓക്കെ, 13 മൈനസ് 6 7 കിട്ടും, 14 മൈനസ് 7ഉം 7 കിട്ടും. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ വാല്യൂ രണ്ട് പേർക്കും സെയിം ആണ്, സോ ഐസോടോൺസ് ആണെന്ന് നമുക്ക് പറയാം. സെനർ ഡയോഡ് നമുക്കറിയാം വോൾട്ടേജ് റെഗുലേറ്ററിന് വേണ്ടിയിട്ടാണ്, അല്ലെ വോൾട്ടേജ് സ്റ്റെബിലൈസറൊക്കെ ആയിട്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. എക്സോർ ഗേറ്റ് ആണ്, ഓറിൻ്റെ മുന്നിൽ കർവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ എക്സോർ ഗേറ്റ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ ആണ്. സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 10ൻ്റെ പവർ ഇവിടെ 8 ആണ്, സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 8 ആയിരിക്കും. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്, കാരണം ഇനിഷ്യലി അത് റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1:1:3 സ്പ്ലിറ്റ് ചെയ്തത്. സോ ഒരു മാസ് എം എന്ന് പറയുന്ന മാസ് ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത് എങ്കിൽ എം എന്ന് പറയുന്ന മാസ് ഇങ്ങോട്ട് വിത്ത് വെലോസിറ്റി വി ആണെന്നിരിക്കട്ടെ, ആ സെയിം മാസുള്ള ആൾ വിത്ത് മാസ് എം വെലോസിറ്റി വിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പോയി. ഓക്കെ, two pieces of equal masses fly off perpendicular to each other with a speed 50 meter/second എന്ന് തന്നിട്ടുണ്ട്. ദ സ്പീഡ് ഓഫ് ദ ഹെവിയർ ഫ്രാഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മാസ് എം ആയിട്ട് എടുത്താൽ ഹെവിയർ ഫ്രാഗ്മെൻറ്റിൻ്റെ മാസ് 3m ആണ്, കാരണം മാസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 1:1:3 സോ ഇവരുടെ റിസൾട്ട്, ഈ രണ്ടുപേരുടെയും റിസൾട്ടിൻ്റെ മൊമെൻ്റ് നമുക്കറിയാം √2m × v ആണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പേരുടെ റിസൾട്ടൻറ്റ് മൊമെൻറ്റം ഇങ്ങോട്ടാണെങ്കിൽ മൂന്നാമത്തെ ആളുടെ മൊമെൻറ്റം ഈ സെയിം വാല്യൂ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. സോ എങ്കിലാണ് ഫൈനൽ മൊമെൻറ്റം നെറ്റ് വാല്യൂ 0 വരത്തുള്ളൂ. സോ അതായത് ഫൈനൽ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാസ് 3m ആണ്, വെലോസിറ്റി v' ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു √2 × m × v ആയിരിക്കും വരിക. സോ നമുക്ക് എം ഒക്കെ കട്ട് ചെയ്ത് കളയാം. v' ഇസ് ഈക്വൽ ടു √2 / 3 × വിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 15 എന്നാണ് തന്നിട്ടുള്ളത്. സോൾവ് ചെയ്യുമ്പോൾ 5√2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്, സോ ഫൈനൽ മൊമെൻറ്റവും 0 ആയിരിക്കണം. നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് സർക്കുലർ ഓർബിറ്റിൻ്റെ കേസ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന കേസിൽ t പ്രപ്പോർഷണൽ ടു r⁻³ ആണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ t² പ്രപ്പോർഷണൽ ടു r³ ആണ്. സോ t പ്രപ്പോർഷണൽ ടു r⁻³ ആണ്. അപ്പോൾ അടുത്ത കേസിൽ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ 4r⁻³². അപ്പോൾ 6 മാറ്റി, ഇവിടുത്തെ 6 മാറ്റി സ്മോൾ r എന്ന് കൊടുത്തേക്കാം, 4r⁻³ എന്നാക്കി. സോ ആ ഒരു കേസിൽ 4⁻1/2 നമുക്കറിയാം അല്ലേ, 4⁻1/2 2 ആണ്. 2ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ 8 കിട്ടും, 8r⁻³ എന്ന് കിട്ടും. സോ t' പ്രപ്പോർഷണൽ ടു 8t എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ നമ്മുടെ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന കേസിൽ ടൈം പീരീഡ് t എന്ന് പറയുന്നത് ഇക്വേഷൻ ഓർത്താൽ മതി, t = 2π√r³ ആണ്. t പ്രപ്പോർഷണൽ ടു √r³ ആണ്. സോ t പ്രപ്പോർഷണൽ ടു r⁻³ എന്നുള്ള റിലേഷൻ ഓർത്തിരിക്കാം. സർക്കുലർ ഓർബിറ്റ് ആണ്. അടുത്തത് നമുക്കറിയാം ഒരു ഫ്ലൂയിഡിൽ കൂടി ഒരു സ്പെറിക്കൽ ബോളോ എന്തെങ്കിലും ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ കുറച്ച് നേരം വെലോസിറ്റി കൂടും, അതിന് ശേഷം അവിടുത്തെ
ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ കുറച്ച് നേരം വെലോസിറ്റി കൂടി വരും, അതിനുശേഷം വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷനൊക്കെ നമുക്കറിയാം അല്ലേ. ടെർമിനൽ വെലോസിറ്റി VT = 2/9R² റോ മൈനസ് സിഗ്മ ഇൻറ്റു G ഡിവൈഡഡ് ബൈ എന്താണ്, ഈറ്റയാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അടുത്തത് നമുക്ക് അമീറ്ററിൽ കൂടിയുള്ള കറണ്ടാണ് വേണ്ടത്. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് ബ്രാഞ്ചിനെ ഒന്ന് ആ ഫസ്റ്റ് അമീറ്ററുള്ള ബ്രാഞ്ചിനെ ഒന്ന് വരയ്ക്കാം. 24 വോൾട്ടാണ്. അടുത്ത റെസിസ്റ്റൻസ് 6 ഓം ആണ്. ബാക്കിയുള്ള 3 നോക്കിക്കേ, 3 6 ഓം പാരലലാണ്. അപ്പോൾ 6/3 2 ഓം ആയിരിക്കും ഇവിടുത്തെ റിസൾട്ട് വരിക. 3 6 ഓം പാരലൽ, സോ 6/3 2 ആയിരിക്കും റിസൾട്ട് വരിക. ഇനി ഇവർ രണ്ടുപേരും സീരീസാണ്, അപ്പോൾ 8 ഓം വന്നു. സോ കറണ്ട് I = V ഡിവൈഡഡ് ബൈ R. R 8 ആണ്. 24/8 3 ആംപിയർ എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. അടുത്തത് നമുക്ക് എനർജി റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ബൈ 90 ഡിഗ്രി ആണ് അല്ലേ. സോ W = നമുക്കറിയാം PE × cos θ1 മൈനസ് cos θ2 ആണെന്ന് നമുക്കറിയാം. PE × cos 0 1 ആണ്, cos 90 0 ആണ്. സോ ആൻസർ PE ആയിരിക്കും. അവിടുത്തെ ആ പാർട്ടിൽ 3 ഇക്വേഷനും ഓർക്കുക. ടോർക്ക്, പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഡൺ. ഓക്കെ, അടുത്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. മൊബിലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷേ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസും ലെന്തും ഒക്കെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം V = EL ആണ്. E = V/L എന്ന് നമുക്ക് എഴുതാം. സോ മൊബിലിറ്റി = ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ V/L. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 2.5 × 10⁻⁴. L താഴേന്ന് മേളി വരും. സോ 10 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 ആണ്. സോ നമുക്ക് ആൻസർ 5 × 10⁻⁶ എന്ന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ടോർക്ക് വയ്ക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ വയ്ക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് P×E ആണ്. സോ ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കഴിഞ്ഞ വർഷം ആ ഒരു പാർട്ടിയിൽ നിന്ന് ചോദിച്ചില്ല. അതിന് ഇക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റിസിറ്റിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ആ പോർഷനൊക്കെ കൂടുതൽ വെയിറ്റേജ് വരാൻ ചാൻസുകൾ ഉണ്ട്. സോ നല്ലപോലെ നോക്കുക. അടുത്ത കേസിൽ നമ്മൾ ഒരു സ്ക്വയർ ലൂപ്പ്, അതിൻ്റെ സൈഡ് L ആണ്. പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ ലൂപ്പെങ്കിൽ, സ്ക്വയർ ലൂപ്പാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട് കേട്ടോ. പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് എങ്കിൽ ആംഗിൾ ആൽഫ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവർ നമ്മൾ പറ്റിക്കാനായിട്ട് നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ടോർക്ക് ടോ = NIAB sin θ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ തീറ്റ എന്ന് പറയുന്നത് ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. ഏരിയ വെക്ടർ എപ്പോഴും പ്ലെയിൻ ഓഫ് ദ കോയിലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇതാണ് പ്ലെയിൻ ഓഫ് ദ കോയിലെങ്കിൽ ഏരിയ വെക്ടർ അതിന് പെർപെൻഡിക്കുലറാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ആൽഫയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 90 - ആൽഫയാണ്. അപ്പോൾ ഇതാണ് ഏരിയ വെക്ടർ. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒക്കെ ഡയറക്ഷൻ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. സോ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ = MP sin θയ്ക്ക് പകരം തീറ്റയുടെ സ്ഥാനത്ത് 90 - ആൽഫ എന്ന് വരും. അപ്പോൾ കോസ് ആൽഫ എന്ന് വരും. സോ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് NIA കൊടുക്കാം, B കോസ് ആൽഫ എന്ന് വരും. അപ്പോൾ ഇവിടെ സ്ക്വയർ ലൂപ്പാണ്. നമ്പർ ഓഫ് ടേൺസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ N1 കൊടുക്കാം. I × ഏരിയയുടെ സ്ഥാനത്ത് L² എന്ന് കൊടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് B കോസ് ആൽഫ. ചാടി കയറി ഓടിപ്പോയി 2 മാർക്ക് ചെയ്യരുത്, കാരണം ഇത് എപ്പോഴും അത് സ്ഥിരമായിട്ട് പറ്റിക്കുന്ന ഒരു കോമൺ പറ്റീരാണ്. സോ തീറ്റയുടെ കാര്യം അത് EMI ചെയ്യുമ്പോഴാണെങ്കിലും, ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും, ഈ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും തീറ്റ ആരുമായിട്ടാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലെയിൻ ഓഫ് ദ കോയിലായിട്ടാണ് എങ്കിൽ നമ്മൾ ഏരിയ വെക്ടറുമായിട്ടുള്ളത് അല്ലെ എമ്മുമായിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ω/L = 1/XL = XC വരുവാണെങ്കിൽ അത് റെസണൻസ് ആണ്. റെസണൻസിൻ്റെ കേസിൽ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് അവിടെ മാക്സിമം ആയിരിക്കും, റെസിസ്റ്റൻസ് അവിടെ മിനിമം ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ω/L > ω/L എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് XL എന്ന് അങ്ങ് എഴുതിയേക്കാം. സോ
എക്സൽ ഗ്രേറ്റർ ദാൻ എക്സ് സി, എക്സൽ ഗ്രേറ്റർ ദാൻ എക്സ് സി എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് അവിടെ കൂടുതൽ വരിക. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അപ്പോൾ സീരീസിൻ്റെ കേസിൽ ഈ ഒരു കാര്യം നിങ്ങളങ്ങ് ഓർത്തിരുന്നോളുക. സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ കേസിൽ കറണ്ടും വി ആറും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കറണ്ടിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്തായിരിക്കും വി എൽ, കറണ്ടിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും വി സി നിൽക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം നമ്മൾ ഫേസർ ഡയഗ്രാം നോക്കേണ്ടത്. സോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ് എൽ കൂടുതലാണ്. സോ എക്സ് എൽ കൂടുതലാകുമ്പോൾ എല്ലിൽ ആരാണ് കൂടുതൽ നിൽക്കുന്നത്? വോൾട്ടേജ് ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സോ കറണ്ട് ലാഗ് ചെയ്യുകയും വോൾട്ടേജ് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ എയോട് മാച്ചായിട്ട് വരിക 2 ആണ്. എയോട് മാച്ചായിട്ട് നമുക്ക് 2 കൊടുക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണ്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുക, കറണ്ടും വോൾട്ടേജും സെയിം ഡയറക്ഷനിലായിരിക്കും, സെയിം ഫേസിലായിരിക്കും. ഇനി നേരെ തിരിച്ച് എക്സ് എൽ ലെസ് ദാൻ എക്സ് സി ആണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതലെങ്കിൽ നമുക്കറിയാം കറണ്ടിനേക്കാൾ, കപ്പാസിറ്റീവിൻ്റെ കേസിൽ കപ്പാസിറ്റൻസിൻ്റെ വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്ത് നിൽക്കുന്നത് അവിടെ കറണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് കറണ്ടായിരിക്കും ലീഡ് ചെയ്ത് നിൽക്കുക, വോൾട്ടേജ് ലാഗ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. സോ നമുക്ക് വരിക ഓപ്ഷൻ വരിക കറണ്ട് ലീഡ്സ് ദ ഇ എം എഫ് ആണ്. റെസൊണൻറ്റ് ഫ്രീക്വൻസി, റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ കേസിൽ ഇസഡ് ഈക്വൽ ടു ആർ ആണ്, ഇംപീഡൻസ് മിനിമം ആണ്, കറണ്ട് അവിടെ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്, കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. നമുക്ക് വേണ്ടത് IRMS കറണ്ടാണ് വേണ്ടത്. സോ VRMS ഡിവൈഡഡ് ബൈ കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. സോ റെസിസ്റ്റർ V/R എന്ന് പറയുന്നത് പോലെ കപ്പാസിറ്റർ വരുമ്പോൾ VRMS ഡിവൈഡഡ് ബൈ എക്സ് സി എന്നാണ് വരേണ്ടത്. സോ VRMS വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. എക്സ് സി ഈസ് ഈക്വൽ ടു 1/c ഒമേഗയാണ്. 1/c ഒമേഗയുടെ സ്ഥാനത്ത് 2πf എന്ന് കൊടുക്കാം. സോ നമുക്ക് 1/c ഇൻറ്റു 2πf എന്ന് കൊടുക്കുമ്പോൾ ഇത് നേരെ മുകളിലേക്ക് വരും. സോ IRMS ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാണ് കുഞ്ഞുങ്ങളെ? സിയുടെ വാല്യൂ 2.1 ഇൻറ്റു 10⁻⁻6 ആണ്. 2 ഇൻറ്റു π ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ അത് എക്സ് സി ഇട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെയിം തന്നെ ക്വസ്റ്റ്യൻ എല്ലാണ് തരുന്നതെങ്കിൽ എക്സ് എൽ ഇടാനും എൽ ഒമേഗ ഇടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.6 മില്ലി ആംപിയർ എന്നാണ്. അടുത്ത ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്യണം. നോക്കൂടാ കുഞ്ഞുങ്ങളെ, പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റഡ് ആണ്. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റഡിൻ്റെ കേസിൽ 2i ഡിവൈഡഡ് ബൈ സി എന്ന് നമുക്ക് കൊടുക്കാം. സോ പ്രഷറാണ്, റേഡിയേഷൻ പ്രഷർ P is equal to 2i ഡിവൈഡഡ് ബൈ സി ആണ്. 2/c ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് എനർജി പെർ യൂണിറ്റ് ടൈം ഇൻറ്റു ഏരിയ എന്ന് നമുക്ക് കൊടുക്കാം. സോ ആൻസർ 3 വരും. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റഡ് ആണ് അവിടെ എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 45ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടെലസ്കോപ്പാണ്. നമ്മുടെ ഫൈനൽ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് 25 സെൻറ്റിമീറ്ററിലാണ്. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ M is equal to FO/FE ഇൻറ്റു 1 + കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുമായിട്ട് തിരിഞ്ഞു പോകരുത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ D/FE ആണ്, പക്ഷേ ഇവിടെ വരുമ്പോൾ ടെലസ്കോപ്പാണ് FE ഡിവൈഡഡ് ബൈ D വരും. സോ നമുക്ക് സോൾവ് ചെയ്യാം. FOയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 100 ആണ്. FEയുടെ വാല്യൂ 5 ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് 1 + 5 ഡിവൈഡഡ് ബൈ 25. സോ നമുക്ക് സോൾവ് ചെയ്യാം. M is equal to 100 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1 + 1 ഡിവൈഡഡ് ബൈ 5 ആണ്. 100 ഡിവൈഡഡ് ബൈ 5 20 ഇൻറ്റു 5 + 1 6 ഡിവൈഡഡ് ബൈ 5 ആണ്. 4 6 ഇൻറ്റു 4 24 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഈ ഒരു റിലേഷൻ ടെലസ്കോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തിരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ലപോലെ അറ്റൻഡ് ചെയ്തു. നല്ലൊരു കൂളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാവർക്കും ഈസി ആയി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മിടുക്കരായിട്ട് ഒന്നും കൂടിയൊക്കെ റിവൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹായ് ഡിയേഴ്സ്, കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഇന്നത്തെ പൊതുവെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 46. കൺസിഡർ ദി ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഒരു 5 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഇതിൽ ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് പോസിബിൾ അല്ലാത്തത്? പോസിബിൾ അല്ലാത്ത ക്വാണ്ടം നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടായിരുന്നു ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് എ പോസിബിൾ ക്വാണ്ടം സെറ്റ്സ്? ഒന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. നാലിൻ്റെയും വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എൻ വാല്യൂവും എൽ വാല്യൂവും ഒരിക്കലും ഈക്വൽ വരാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ പോസിബിൾ സെറ്റ് അല്ല. എൽ 0 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എമ്മിൻ്റെ വാല്യൂ -1 ഒരിക്കലും വരില്ല. എൽ 0 ആണെങ്കിൽ എമ്മും 0 തന്നെയായിരിക്കും. അഞ്ചാമത്തത് എൽ 2 ആണെങ്കിൽ എമ്മിന് ഒരിക്കലും 3 എന്നുള്ള വാല്യൂ വരത്തില്ല. -L 0 to +L എന്നേ വരത്തുള്ളൂ. അതായത് 3 സെറ്റുകൾ തെറ്റായിട്ടുള്ള സെറ്റാണ്. അതായത് 1, 2, 4, 5 തുടങ്ങിയ ഈ 3 സെറ്റുകൾ പോസിബിൾ അല്ലാത്ത സെറ്റായിരുന്നു. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അയോണിക് റേഡിയസ് ഓഫ് F- is greater than O2-. അയോണിക് റേഡിയസ് ഓഫ് F- is greater than O2-. രണ്ടും ഐസോഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. O2- അയോണിക് റേഡിയസ് ആണ് കൂടുതൽ. കാറ്റയോൺസ് വിത്ത് മോർ നെഗറ്റീവ് ചാർജിനാണ് കൂടുതൽ അയോണിക് റേഡിയസ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is correct. Next one, which molecule has trigonal planar shape? Trigonal planar shape എന്ന് പറഞ്ഞാൽ 3 bond pairഉം 0 lone pairഉം ആണ്. 3 bond pair with 0 lone pair. 3 bond pair 0 lone pair വരണം. ഇക്കൂട്ടത്തിൽ IF3 ആണ് എങ്കിൽ അയഡിന്റെ ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 3 എണ്ണം ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്ത് 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ. 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ T ഷേപ്പ് കിട്ടും. PCl3 again 3 bond pair 1 lone pair, pyramidal ആണ് ഷേപ്പ്. NH3 3 bond pair 1 lone pair, again pyramidal. And the last one is BF3. Boron is having 3 electrons. Only 3 electrons are used for making 3 covalent bond with fluorine atom. That's why 3 bond pair with 0 lone pair. So the answer will be option 4, 3 bond pair 0 lone pair. Question number 49. The correct bond order of the following species is? Again chemical bonding ന്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 3 സ്പീഷീസ് ആണ്. O2 2+, O2 - O2 പ്ലസ്. ടോട്ടൽ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുക. O2 2+, O2 which means 16 electrons, 2+ means 2 electrons നഷ്ടപ്പെട്ടു, so 14 electrons. O2 - will be 17 electrons. O2 plus will be എത്രയായിരിക്കും? O2 plus will be 15 electrons. ശരിയല്ലേ? O2 എന്ന് പറയുന്നത് 16 ആയിരുന്നു, 15 ഇലക്ട്രോൺസ്. ബോണ്ട് ഓർഡർ 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. O2 മൈനസ് ആകുമ്പോഴേക്കും 1.5 ആണ് ബോണ്ട് ഓർഡർ. O2 പ്ലസ് ആണെങ്കിൽ 2.5 ആണ് ബോണ്ട് ഓർഡർ. ഇനി ബോണ്ട് ഓർഡറിന്റെ ഓർഡറിൽ നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് an aromatic in nature? അരോമാറ്റിക് അല്ലാതെ നോൺ അരോമാറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ഏതെന്നാണ്. ഹക്കിൾസ് 4n+2 റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഒന്നാമത്തതിൽ 6 പൈലക്ട്രോൺസ് ഉണ്ട്, ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തതിൽ 2 പൈലക്ട്രോൺസ് ഒബേയിങ് ഹക്കിൾസ് റൂൾ. മൂന്നാമത്തതിൽ 2 4 നെഗറ്റീവ് കൂടെ ചേർത്ത് 6 ആക്കണം, 6 പൈലക്ട്രോൺസ്. ഇറ്റ്സ് ഓൾസോ ഒബേയിങ് ഹക്കിൾസ് റൂൾ. ദിസ് വിൽ നോട്ട് ഒബേ ഹക്കിൾസ് റൂൾ. 8 പൈലക്ട്രോൺസ് ആണ്. 8 പൈലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഹക്കിൾസ് റൂൾ ഒബേ ചെയ്യുന്നില്ല. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 51. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആൻഡ് സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. -382 അതുപോലെ -154 ജൂൾസ് കെൽവിൻ ആണ്. ഒരെണ്ണം കിലോ ജൂളിലാണ്, ഒരെണ്ണം ജൂളിലാണ്. നോക്കി വിടാൻ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ΔG കണ്ടുപിടിക്കുക. ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ΔG = ΔH - T ΔS. ΔHന്റെ വാല്യൂ ക്വസ്റ്റ്യനകത്തുണ്ട്. അത് ഓൾറെഡി കിലോ ജൂളിലാണ് തന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. ΔSന്റെ വാല്യൂ ജൂളിലാണ്. കിലോ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ആൻസർ വരേണ്ടത് കിലോ ജൂളിലാണ്. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 52. എങ്ങനെയാണ് 2 റിലേഷൻഷിപ്പുകൾ തമ്മിൽ മാച്ച് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഇക്വേഷൻസും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1ഉം K2ൻ്റെയും വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തതിൻ്റെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തതിൽ ലെഫ്റ്റ് സൈഡിലാണ് NO2 ഉള്ളത്. സോ ഞാൻ ഫസ്റ്റ് 2 ഇക്വേഷനുകളെയും ആ തന്നിരിക്കുന്ന ഇക്വേഷനുകൾ തമ്മിൽ തിരിച്ചിട്ടു. അതായത് 2NO gives N2 + O2 എന്നാക്കി. അപ്പോൾ അത് 1/K1 ആയിട്ട് മാറും.
രണ്ടാമത്തെ ഇക്വേഷനെയും റിവേഴ്സ് ചെയ്തു. 2NO2 gives 2NO plus O2. That will be K1 by K2. So I'm going to add these two equations. രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടി. അപ്പോൾ 2NOയും 2NOയും കട്ട് ചെയ്ത് പോയി. പിന്നെ ബാക്കി എന്താ വരണത്? 2NO2 gives N2 plus 2O2 എന്ന് വരും. അതായത് 1 by K1 into K2 എന്ന് വരും. രണ്ട് ഇക്വേഷനുകൾ കൂട്ടുമ്പോഴാണ് മൂന്നാമത്തത് കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആദ്യത്തെ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇതല്ല ചോദ്യം, നമുക്ക് NO2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ entire equation is divided by 2. So the final answer will be NO2 gives half N2 plus O2. It will be 1 by K1 into K2 raised to 1 by 2. അപ്പോൾ 1 by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റേസ്ഡ് പവർ ആക്കി മാറ്റിയിരിക്കണം. ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് 53ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബഫർ? ബഫർ ആകണമെങ്കിൽ അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്, അല്ലെങ്കിൽ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ് ആയിരിക്കണം. ഇതിലാകെപ്പാടെ ഒരേ ഒരു ബഫർ കോമ്പിനേഷനേ ഉള്ളൂ. HNO2 നൈട്രിക് ആസിഡ് അല്ല, നൈട്രസ് ആസിഡ്. Nitrous acid is a weak acid and its salt with the sodium hydroxide. It will be a buffer combination. HNO2 plus NaNO2 acidic buffer ന് example ആണ്. Question number 54. Question number 54. Oxidation state of phosphorus, sulfur and chromium in PO4 3-, SO4 2- and Cr2O7 2- respectively are. Direct question ആണ്. PO4 3-, ഓക്സിജന്റെ -2 എന്നറിയാം. അപ്പോൾ ഫോസ്ഫറസിന്റെ കണ്ടുപിടിക്കാം. ഇറ്റ് വിൽ ബി +5 എന്ന് വരും. ഒന്നാമത്തേതിൽ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 വരും. രണ്ടാമത്തേതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് x - 8 = -2, x will be +6 എന്ന് കിട്ടും. മൂന്നാമത്തേതിൽ 2x - 14 = -2, then x will be 6 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. റിഡോക്സ് റിയാക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റൻ ആയിരുന്നു, എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. Question number 55. Pentane 2-on and pentane 3-on can be distinguished by iodoform test. ശരിയാണ്. pentane 3-on എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഈഥൈൽ ഗ്രൂപ്പ് ഉള്ള സ്പീഷീസ് ആണ്. pentane 2-on എന്ന് പറഞ്ഞാൽ ഒരു മീഥൈൽ കീറ്റോൺ. അപ്പം മീഥൈൽ കീറ്റോണുകൾക്ക് iodoform ടെസ്റ്റ് കിട്ടും, നോൺ മീഥൈൽ കീറ്റോണുകൾക്ക് iodoform ടെസ്റ്റ് കിട്ടില്ല. സോ pentane 2-on will give iodoform test, whereas pentane 3-on does not give iodoform test. അതായത് മീഥൈൽ കീറ്റോണുകൾക്ക് iodoform റിയാക്ഷൻ നടക്കും. അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. ഇൻഫാക്ട് ആ റീസൺ ഉപയോഗിച്ച് തന്നെയാണ് അതിന്റെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ടെസ്റ്റും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ വിൽ ബി ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56. മാച്ച് ദി ഫോളോയിങ്. നമുക്കിത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ചാപ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ സിനോൺ ഗ്രൂപ്പ്, അതായത് പി ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് രണ്ടിനുമായിട്ട് റിലേറ്റ് ചെയ്യാം. XCF4 ഉണ്ട്. XCF4ൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയർ. സോ ദ ഷേപ്പ് വിൽ ബി സ്ക്വയർ പ്ലാനർ. XCF6 6 ബോണ്ട് പെയർ 1 ലോൺ പെയർ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡൽ. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ ആൻസർ ആയി ഓപ്ഷൻ 1 ആയിരിക്കും. 4 A4 B3 C1 D2. ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, ഷേപ്പുമായിട്ട് കണക്ട് ചെയ്ത്. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഇസ് എ പെർമനന്റ് ഇഫക്റ്റ്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഒരു ടെമ്പററി ഇഫക്റ്റ് ആണ്. In positive electromeric effect, the electrons of a multiple bonded transfer to that atom to which reagent get attached. That's the correct statement. So statement 1 is wrong, incorrect, but statement 2 is correct. Reaction mechanism ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. Which of the following compound with molecular formula C5H10 yield acetone on ozonolysis? Ozonolysis നടക്കുമ്പോൾ acetone കിട്ടണം. അപ്പോൾ ഇതിൽ 2-methyl 2-butene ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ്. മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. 2-methyl 2-butene. 2-methyl 2-butene ഓസ്നോളിസിസ് നടത്തി O3 സിങ്ക് വാട്ടറിന്റെ പ്രസൻസിൽ ഓസ്നോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് പോർഷൻ വിൽ ബി അസറ്റോൺ ആണ്. അസറ്റോണും അതോടൊപ്പം തന്നെ കിട്ടുന്നത് അസറ്റാൽഡിഹൈഡും ആണ്. അസറ്റോൺ പ്ലസ് അസറ്റാൽഡിഹൈഡ് CH3 CHO പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഹൈഡ്രോകാർബണിന്റെ ചാപ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺസിന്റെ ചാപ്റ്ററുമായിട്ടോ നമുക്ക് കണക്ട് ചെയ്യാം. മിക്സ്ചർ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ആൽക്കഹോൾ കോമ്പിനേഷൻ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ വരേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ 2 ആണ് പോസിറ്റീവ് ഡീവിയേഷൻ. സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ക്വസ്റ്റൻ ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി ഹാഫ് സെൽ ഗിവൺ. രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്. സിങ്ക് 2 പ്ലസ് സിങ്ക് ആകുന്നതും Fe2 പ്ലസ് Fe ആകുന്നു. ബോത്ത് ആർ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ EMF ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ഓവറോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്, ശരിയല്ലേ? സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ നോക്കിയിട്ടേ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. Fe2 പ്ലസ് FeI, Fe2 പ്ലസ് FeI എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന എന്ത് പ്രോസസ്സാണ്? റിഡക്ഷൻ ആണ്. സിങ്ക് 2 പ്ലസ് I ഓക്സിഡേഷൻ ആണ്. അപ്പോൾ Fe2 പ്ലസ് Fe ആകുന്നതാണ് ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ല്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെല്ലാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ലിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെല്ലിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണ് കുറയ്ക്കേണ്ടത്. സോ E0 ഓഫ് ദി സെൽ, സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? E0 ഓഫ് ദി സെൽ ഈക്വൽസ് ടു EMF ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് സെൽ മൈനസ് EMF ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെൽ. അതും റിഡക്ഷൻ EMF തന്നെ ഉപയോഗിക്കണം. റിഡക്ഷൻ EMF ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് സെൽ മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെൽ. So you can substitute like this, minus 0.44 minus 0.762. So you will get the correct answer as 0.322 volt. It will be positive ആണ്. So reaction feasible ആണ്. അപ്പോൾ 0.322 voltage എന്ന് കിട്ടും. 0.322 voltage എന്ന് കിട്ടും. So the answer will be option 3. Option 3 ആണ് correct ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl മൂന്നിൻ്റെയും തന്നിട്ടുണ്ട്. സോ നമുക്ക് അവിടുത്തെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കാം. സോഡിയം അസറ്റേറ്റിൻ്റെ വാല്യൂ കൂട്ടി 425 90 മൈനസ് 125 ചെയ്യുമ്പോഴേക്കും 390 എന്ന് കിട്ടും. കോൺസെൻട്രേഷൻ, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്റ്റൻസിൻ്റെ വാല്യൂ 7.8 എന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആൽഫ വാല്യൂ കണ്ടുപിടിക്കാം. lambda cm divided by lambda 0m, it will be 7.8 divided by 390. You will get the answer as 0.02. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ക്വാഡ്രാറ്റിക് ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ക്വസ്റ്റൻ നമ്പർ 62 കെമിക്കൽ കൈനറ്റിക്സ് ചോദ്യമാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ക്വസ്റ്റൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം. കണ്ടോ, റേറ്റ് ഈക്വൽസ് ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻ്റ്. അപ്പോൾ ക്വസ്റ്റിനകത്ത് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ റേറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. K ഈക്വൽസ് ടു R/A. ആറിന്റെ വാല്യൂ 2 × 10⁻5 ഡിവൈഡഡ് ബൈ 0.01 2 × 10⁻³ എന്ന് കിട്ടി. ഇനി ഇത് ഹാഫ് ലൈഫ് പീരീഡിന്റെ ഇക്വേഷൻ T half ഈക്വൽസ് ടു 0.693 ഡിവൈഡഡ് ബൈ K യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് വരും. 347 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 63. Mixture of ethanol and water show positive deviation. Correct statement ആണ്. Alcohol positive deviation. For positive deviation, delta G mixing as well as delta H mixing are negative. Delta G mixing is always negative. എപ്പോഴും less than 0 ആണ്. ആണ്, നെഗറ്റീവ് ആണ്. ഡെൽറ്റ H mixing പക്ഷേ ഇവിടെ പോസിറ്റീവ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ 4 will be the correct answer. ഡി ആൻഡ് എഫ് ബ്ലോക്കിന്റെ ചോദ്യമാണ്. നെയിം ദ ഗ്യാസ് ദാറ്റ് ക്യാൻ ബി റെഡിലി ഡീകളറൈസ് അസിഡിഫൈഡ് KMnO ഫോർ സൊല്യൂഷൻ. സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. കാർബൺ ഡയോക്സൈഡും NO2 ഉം P2O5 അല്ല, സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഡീകളറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Because of lanthanide contraction, which of the following pair of elements have nearly same atomic radius? ടെക്സ്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് സിർക്കോണിയം ആൻഡ് ഹോഫ്മിയത്തിനാണ് ഒരേപോലത്തെ അറ്റോമിക് റേഡിയസ് വരുന്നത്. ലാന്തനൈഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസിന്റെ ഭാഗത്തുണ്ട് ടെക്സ്റ്റിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഹൈപ്പോത്തറ്റിക്കൽ കോംപ്ലക്സ് ഓഫ് ട്രൈ അമീൻ. പേര് തന്നിരിക്കുന്നത് സ്ട്രക്ചർ എഴുതാൻ വേണ്ടിയാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചോദ്യമാണ്. ട്രൈ അമീൻ, അമോണിയ 3 എണ്ണം ഉണ്ട്. ഡൈ അക്വ, വാട്ടർ 2 എണ്ണം ഉണ്ട്. ക്ലോറിൻ ഉണ്ട്. കൊബാൾട്ട് 3 എന്ന് പറഞ്ഞാൽ കൊബാൾട്ടിന്റെ ചാർജ് +3 ആണ്. ക്ലോറിൻ ചാർജ് -1 ആണ്. അമോണിയയും വാട്ടറും ന്യൂട്രൽ ലിഗാൻഡുകളാണ്. സോ ദ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് +2 ആണ്. സോ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ 2 ക്ലോറിൻ പുറത്തു വേണം. അപ്പോൾ പേര് തന്നിട്ട് സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഔട്ടർ ഓർബിറ്റൽ ആൻഡ് എക്സിബിറ്റ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ. അതിൽ 1ഉം 2ഉം ഓപ്ഷനുകൾ. ഒന്നാമത്തെ ഓപ്ഷൻ ക്രോമിയം 3+, ക്രോമിയം 3d5 4s1 ആയിരുന്നു. 3 ഇലക്ട്രോൺസ് പോയാൽ 3d3 ആ. അപ്പോൾ ഓൾറെഡി ഡിയിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ബാക്കി 2 ഓർബിറ്റൽസ് ഹാഫിൽ വേക്കൻ്റ് ആണ്. സോ ഹൈബ്രിഡൈസേഷൻ D2sp3 തന്നെ കിട്ടും.
D2sp3 ആണെന്നുകൊണ്ട് ഇന്നർ ഓർബിറ്റലാണ്. കൊബാൾട്ട് 3+നോടൊപ്പം അമോണിയ വന്നാൽ സ്ട്രോങ് ലിഗാൻഡ് ആണ്, പെയറിംഗ് നടക്കും. അഗെയിൻ ഹൈബ്രിഡൈസേഷൻ ഈസ് D2sp3 ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ഇനിയുള്ള 3-4 ഓപ്ഷനുകളിലാണ് ചോദ്യം വരേണ്ടത്. ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇനി സിങ്കിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സിങ്ക് ഓൾറെഡി ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ, ഈവൻ ദോ സിങ്ക് 2+ ആണെങ്കിൽ പോലും ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 D2 വരും, ഔട്ടർ ഓർബിറ്റൽ തന്നെയാണ്, പക്ഷേ ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇതാണ് ആൻസർ. മൂന്നാമത്തതാണെങ്കിൽ ഇന്നർ ഓർബിറ്റലുമാണ്, ഔട്ടർ ഓർബിറ്റലുമാണ്, പാരാമാഗ്നറ്റിക് ആണ്. കാരണം നിക്കലിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, n=2 വരുന്നുണ്ട്, അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 68, which is more reactive towards SN1 reaction? ഏറ്റവും സ്റ്റേബിൾ ആയ കാർബോക്യാറ്റൺ ഏതോ അതായിരിക്കും മോർ റിയാക്റ്റീവ്. സ്റ്റേബിൾ കാർബോക്യാറ്റൺ ഇതിലെ ഓപ്ഷൻ 1 ആണ്. ബൈഫിനൈൽ, ഇതിൽ 2 ഫിനൈൽ ഗ്രൂപ്പുകൾ കണക്ട് ചെയ്തിട്ടുള്ള ട്രൈഫിനൈൽ മീഥൈൽ കാർബോക്യാറ്റൺ, ഡൈഫിനൈൽ മീഥൈൽ കാർബോക്യാറ്റൺ ഇസ് ദെൻ മോർ സ്റ്റേബിൾ ആയ കാർബോക്യാറ്റൺ. സോ 2 ഫിനൈൽ ഗ്രൂപ്പ് ഉള്ള കാർബോക്യാറ്റൺ ആണ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയ കാർബോക്യാറ്റൺ. അസർഷൻ റീസൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 69, both symmetrical and unsymmetrical either can be prepared by Williamson synthesis. That's a correct statement. Williamson synthesis is an example for nucleophilic substitution reaction. അതും ശരി തന്നെയാണ്, പക്ഷേ അസേർഷന് വേണ്ട റീസൺ അല്ല കൊടുത്തിരിക്കുന്നത്. അസേർഷനും ശരിയാണ്. ഈ വില്യംസൺ സിന്തസിസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ തന്നെയാണ്, കറക്റ്റ് ആണ്. പക്ഷേ ഇത് സിമ്മട്രിക്കലിനെ അൺസിമെട്രിക്കലിനെയും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എടുത്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നതിനാലാണ്. അല്ലാതെ ഈ പറഞ്ഞ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പർട്ടിക്കുലർലി അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നു SN2 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരുന്നു. സോ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ അസേർഷൻ. ആ അസേർഷന്റെ കറക്റ്റ് റീസൺ അല്ല കൊടുത്തിരിക്കുന്നത്. ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് കൂടുതൽ ഉപയോഗിക്കാറ്. സെക്കൻഡറി ടെറിഷറി ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ് റിയാക്ഷൻ നടന്നിട്ട് അത് ആൽക്കീൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇനി അസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡിനെ പലേഡിയം ഉപയോഗിച്ച് ബേരിയം സൾഫേറ്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് റോസൻമൺസ് റിഡക്ഷൻ. റോസൻമൺസ് റിഡക്ഷൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ്. ദിസ് ഇസ് റോസൻമൺസ് റിഡക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 71, the product formed in aldol condensation is aldol condensation പ്രോഡക്റ്റ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ, ആൽഡോൾ അല്ലെങ്കിൽ കീറ്റോൺ. 72 ഒരു പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. പ്രൈമറി അമീൻസ് റിയാക്ട് വിത്ത് HNO2 നൈട്രസ് ആസിഡ് ഗിവ്സ് അൺസ്റ്റേബിൾ ഡൈസോണിയം സോൾട്ട്. ശരിയാണ്, പ്രൈമറി അമീൻസ് റിയാക്ട് ചെയ്യുമ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഡൈസോണിയം സോൾട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ ആൽക്കഹോൾ ആയിട്ട് ഡീകമ്പോസ് ചെയ്തു പോകും. പ്രൈമറി അരോമാറ്റിക് അമീൻസ് റിയാക്ട് വിത്ത് HNO3 ടു ഫോം ഡൈസോണിയം സോൾട്ട്. ഡൈസോണിയം സോൾട്ട് കിട്ടും, പക്ഷേ ടെമ്പറേച്ചർ 0 to 5 degrees Celsius, അതായത് 273 to 278 കെൽവിനിലാണ്. ടെമ്പറേച്ചർ അതിനെക്കാട്ടിലും കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫീനോൾ ആയിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് പോകും. സോ ഈവൻ സ്റ്റേബിൾ അറ്റ് 300 degree Kelvin എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഇൻ DNA കോംപ്ലിമെന്ററി ബേസ്, DNA കാണപ്പെടുന്ന ബേസ് അല്ല ചോദിച്ചിരിക്കുന്നത്, കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധിപ്പിക്കുന്ന കോംപ്ലിമെന്ററി ബേസുകളാണ് ചോദിച്ചിരിക്കുന്നത്. അഡിനൈൻ തൈമിനും ഗ്വാനിൻ സൈറ്റോസിനും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. കോംപ്ലിമെന്ററി ഒരു സ്ട്രാൻഡിന്റെ അഡിനൈന് അടുത്ത സ്ട്രാൻഡിലെ തൈമിനുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നത്. 74 വിച്ച് ഓഫ് ദ ഫോളോയിങ് അമീൻ വിൽ ഗീവ്സ് കാർബിലമീൻ ടെസ്റ്റ്. കാർബിലമീൻ ടെസ്റ്റ് പ്രൈമറി അമീൻസ് മാത്രമേ തരത്തുള്ളൂ. ഇതിലാകെപ്പാടെ ഒരേ ഒരു പ്രൈമറി അമീനേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 ആണ്. 75 ആസറിന്റെ ചാപ്റ്ററിലെ ചോദ്യമാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് C6H5MgBr ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എൻ ആസിഡ്. അപ്പോൾ ആസിഡിന്റെ പ്രിപ്പറേഷൻ കൂടിയാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ എപ്പോഴും കിട്ടുന്നത് ഒരു ആസിഡ് ആയിരിക്കും. എന്ത് റിയാക്ഷൻ? HI ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. HI ഉപയോഗിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൽ പാർട്ടിലേക്ക് അയഡിനും മോസ്റ്റ് ആയിട്ടുള്ളതിലേക്ക് ഹൈഡ്രജൻ ഓർത്ത് വെച്ചാൽ മതി. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. എക്സെപ്ഷൻ വരുന്നത് ടെറിഷറി കാർബോക്യാറ്റൺ വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ബെൻസൈൽ കാർബോക്യാറ്റൺ വരുന്ന കേസുകളിലാണ് കുറച്ച് വ്യത്യാസമുള്ളത്. 77 F2 ഈസ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ ക്ലോറിൻ. നെഗറ്റീവ് ഇലക്ട്രോൺ, ശരിയാണ്, അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് മോർ ദാൻ ക്ലോറിൻ, അത് തെറ്റാണ്, ക്ലോറിൻ ആണ് കൂടുതൽ. അപ്പോൾ അസർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജന്റ് ഫോർ ദി ഫോളോയിങ് കൺവേർഷൻ. ഒരു സിമ്മട്രിക്കൽ ആൽക്കൈനിൽ നിന്ന് സിസ് ആൽക്കീൻസ് കിട്ടണമെങ്കിൽ ലിൻലാർ കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ലിൻലാർ കാറ്റലിസ്റ്റ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ 2.
പലഡൈസ്ഡ് ചാർക്കോൾ, ക്യുനോളിൻ, സൾഫർ ഉപയോഗിക്കാം. ലിൻഡ്ലർ കാറ്റലിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 79 ആറ്റോമിക് സ്ട്രക്ചറിലെ ഒരു ചോദ്യമാണ്. അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം തന്നിട്ടുണ്ട്. അതായത് ഡെൽറ്റ പിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ഡെൽറ്റ വി ആണ്. അപ്പം അതിൽ നിന്ന് ഡെൽറ്റ വി ഈക്വൽസ് ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ പിയുടെ വാല്യൂ 1 × 10⁻⁻⁸ ആണ്. മാസ് തന്നിട്ടുണ്ട്. ഓൾറെഡി ഗ്രാമിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 9 × 10⁻⁻28 കട്ട് ചെയ്ത് കളയുക. 1.1 × 10⁻⁹ cm/s എന്ന് കിട്ടും. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഡെൽറ്റ പി തന്നിട്ടുണ്ട്. ഡെൽറ്റ പി ഈക്വൽസ് ടു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റത്തിന്റെ ചേഞ്ച് ആണ്. എം ഡെൽറ്റ വി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻസർ ഓപ്ഷൻ 4 വരും. ക്വസ്റ്റ്യൻ നമ്പർ 80. In which of the following pair of molecules the central atom has sp2 hybridization? BF3ലും NO2- sp2 hybridization വരേണ്ടത്. BF3 ആണെന്നുണ്ടെങ്കിൽ ബോറോണിന്റെ 3ഉം ഫ്ലൂറിന്റെ 3ഉം 3 3 6 6/2 3 കിട്ടി. 3 ആണെങ്കിൽ sp2 hybridization. NO2- ആണെങ്കിലോ നൈട്രജന്റെ ഔട്ടർ ഷെല്ലിൽ NO2-, നൈട്രജന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഉണ്ട്. ഓക്സിജൻ ഡൈവാലന്റ് ആയതുകൊണ്ട് കൂട്ടണ്ട. നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ആഡ് ചെയ്തു. സോ 3 കിട്ടും. അതും എന്ത് തന്നെയായിരിക്കും? sp2 ആണ്. ബാക്കിയുള്ളത് sp3യിലൊക്കെ വരുന്നതാണ്. അടുത്ത ചോദ്യം. അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ് ഇൻ ദി ഓർഡർ HF, HCl, HBr, HI. കറക്റ്റ് ആണ്. ഈവൻ ഇത് 2 ചാപ്റ്ററിലുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇക്വിലിബ്രിയം ചാപ്റ്ററിനകത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടപ്പുണ്ട്. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഈസി ആയിട്ട് ഹൈഡ്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. protonation വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അത് സൈസ് ഓഫ് എലമെന്റ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ പ്രോട്ടോണേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. റീസണും കറക്റ്റ് തന്നെയാണ്. അസേഷനും റീസണും രണ്ടും സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ട്രൂ ആണ്. acidified K2Cr2 solution turns green when Na2CO3 is added to it. എന്താണ് അവിടെ ഉണ്ടായ കോമ്പൗണ്ട് എന്നാണ്. അപ്പോൾ K2Cr2O7 ഓറഞ്ച് കളറാണ്. +6 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +6. അതിൽ നിനക്ക് Na2S2SO3 ആഡ് ചെയ്യുമ്പോഴേക്കും അത് എത്രയായിട്ട് മാറും? ഗ്രീൻ കളറിലേക്ക് മാറും. ക്രോമിയം +3 സ്റ്റേറ്റിലേക്ക് മാറും. SO4ന്റെ ചാർജ് 3 -6 ആകും. അപ്പോൾ ഇറ്റ് വിൽ ബി +3ലേക്ക് മാറണം. ക്രോമിയം +6ൽ നിന്ന് +3ലേക്ക് മാറുന്ന ചേഞ്ച് ആണ് നടക്കേണ്ടത് അവിടെ. ആൻസർ ഓപ്ഷൻ 1 ആണ് വരേണ്ടത്. Cr2SO4 ത്രൈസ് എന്ന് വരണം. Which one of the following is expected to exhibit optical isomerism? Optical isomerism എക്സിബിറ്റ് ചെയ്യുന്ന ഒരേ ഒരു കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. Cis MAA twice B2. നമ്മൾ പഠിച്ചതാണ്. ഇത് Cis MAA twice B2. ട്രാൻസിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളതിനാൽ അവർ ഒപ്റ്റിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലാതെ ഒബ്ജക്റ്റ് മിറർ ഇമേജും തമ്മിൽ സൂപ്പർ ഇമ്പോസിബിൾ റിലേഷൻഷിപ്പ് ഉള്ളതിനാൽ ട്രാൻസിന് കിട്ടില്ല. സിസിന് മാത്രമേ നടക്കത്തുള്ളൂ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബോണ്ട് എനർജീസ് ഓഫ് HH, BR, HBr തന്നിട്ടുണ്ട്. ഡെൽറ്റ H കണ്ടുപിടിക്കാനാണ്. അത് റിയാക്ടന്റ് മൈനസ് പ്രോഡക്റ്റ് വേണം ചെയ്യാൻ വേണ്ടി. ഡെൽറ്റ ബോണ്ട് എനർജീസ് ഓഫ് റിയാക്ടന്റ് മൈനസ് ബോണ്ട് എനർജീസ് ഓഫ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തും. -103 കിലോ ജൂൾസ് ആൻസർ വരും. റിയാക്ടന്റിന്റെ ടോട്ടൽ എടുക്കുക, എന്നിട്ട് പ്രോഡക്റ്റിന്റെ കുറയ്ക്കുക. pH ഓഫ് അസിഡിക് ബഫർ തന്നിരിക്കുന്നത്. അസിറ്റിക് ആസിഡിന്റെയും സോഡിയം അസിറ്റേറ്റിന്റെയും മിക്സ്ചർ അസിഡിക് ബഫർ. അസിഡിക് ബഫറിന്റെ pH കണ്ടുപിടിക്കാൻ ഹെൻഡർസൺ ഹെസൽബെക്ക് ഇക്വേഷൻ ഉണ്ട്. pH ഈക്വൽസ് ടു pKa പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആസിഡ് കോൺസെൻട്രേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. pKa വാല്യൂ 4.57 ആണ്. ലോഗ് 0.1 സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ 0.1, ആസിഡിന്റെ കോൺസെൻട്രേഷൻ 0.01. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് 10 എന്ന് വരും. ലോഗ് 10 1 ആണ്. സോ 4.57 പ്ലസ് 1 വിൽ ബി 5.57. ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 86. ദി വേപ്പർ പ്രഷർ ഓഫ് 2 ലിക്വിഡ്സ് P ആൻഡ് Q തന്നിട്ടുണ്ട്. P0Aയും P0Bയും പറയാം. 3 മോൾസും 2 മോൾസും ആണെങ്കിൽ കൈ എയും കൈ ബിയും കണ്ടുപിടിക്കാം. 3/2 5/2 ആണ്. റൗൾട്ട്സ് ലോയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെട്ടെന്ന് ആൻസർ കിട്ടും. എത്രയായിരിക്കും? 80 × 3/5 പ്ലസ് 60 × 2/5 72 എന്ന് പറയുന്ന ആൻസറിലേക്ക് വരും. സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ഒരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 87. ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ NaCl ബ്രേക്ക് ചെയ്യുമ്പോൾ Na+ഉം കിട്ടും, Cl- കിട്ടും. ശരിയല്ലേ? ചോദ്യം ഇതാണ്. ദി ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 0.1 മോൾ ഓഫ് ക്ലോറിൻ ഗ്യാസ് എന്നാണ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ക്ലോറിൻ ആനോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ ഇങ്ങനെയാണ്. റിയാക്ഷൻ അറ്റ് ആനോഡ്. ആനോഡ് മാത്രം എഴുതിയാൽ മതി, കാരണം ക്ലോറിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Cl2 -2 ഇലക്ട്രോൺ ലൂസസ് 2 ഇലക്ട്രോൺ
and changed into Cl2. ശരിയല്ലേ? സോറി, 2Cl minus loses 2 electron. 2Cl minus loses 2 electron and changed into Cl2. അപ്പോൾ 1 mole ക്ലോറിനെ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഫാരഡ് ഓഫ് ഇലക്ട്രിസിറ്റി അതിലൂടെ കടത്തിവിടണം. നമ്മൾ പഠിച്ചതാ 1 mole ഓഫ് എനി കോമ്പൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് n ഇലക്ട്രോൺസ് ആണ് അക്സെപ്റ്റ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് n ഫാരഡ് ഓഫ് ഇലക്ട്രിസിറ്റി വേണമെന്നാണ്. അപ്പോൾ 1 മോളിന് 2 ഫാരഡ് വേണം. അപ്പോൾ ചോദ്യം 0.1 മോൾ അല്ലേ? അപ്പോൾ 0.1 മോൾ ആകുമ്പോൾ എത്ര ഫാരഡ് വേണം? 0.2 ഫാരഡ് വേണം. ശരിയല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q കിട്ടി. Q ഈക്വൽസ് ടു 0.2 ഫാരഡ്. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു 96500. നിങ്ങൾക്കറിയാം Q ഈക്വൽസ് ടു I ഇൻറ്റു T. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചോദ്യം T കണ്ടുപിടിക്കാനാണ്. T ഈക്വൽസ് ടു Q ബൈ I. Qൻ്റെ വാല്യൂ 0.2 ഇൻറ്റു 96500. ഐയുടെ വാല്യൂ ക്വസ്റ്റൻ തന്നിട്ടുണ്ട് 3 ആംപിയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 107 എന്ന് കിട്ടും. 107.2 എന്നൊക്കെ പറഞ്ഞ് വരും. സോ നമുക്കത് റൗണ്ട് ഓഫ് ചെയ്ത് 107 എന്ന് ആൻസറിലേക്ക് കൊടുക്കാം. ഓപ്ഷൻ 2 കറക്റ്റായ ആൻസറാണ്. ഇങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ W ഈക്വൽസ് ടു ZIT എന്നുള്ള ഇക്വേഷനിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്താലും ആൻസർ കിട്ടും. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡാണ്. പിന്നെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് കണ്ടെത്താൻ നോക്കേണ്ട ആവശ്യമില്ല. നൈട്രേറ്റിനെ കൺഫേം ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നൈട്രേറ്റ് ക്യാൻ ബി കൺഫേംഡ് ബൈ ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഫോർ ദി റിയാക്ഷൻ N2 plus 3H2 gives 2NH3. DNH3 of DT തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അമോണിയ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം N2 plus 3H2 gives 2NH3യുടെ നമുക്ക് അത്യാവശ്യം വേണ്ടത് അമോണിയയും H2 തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് പ്ലസ് 1/2 ഇൻറ്റു DNH3/DT ഈക്വൽസ് ടു മൈനസ് 1/3 ഇൻറ്റു DH2/DT എന്ന് കിട്ടും. ഇനി ഇതിൽ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് DNH3/DT തന്നിട്ടുണ്ട്. ഇപ്പോൾ DNH3/DT തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? DH2/DTയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ കിട്ടുന്നത് 3 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ ആയ ബേസിക് കൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. Its elemental analysis gives carbon 38.71%, hydrogen it's 9.67%. The empirical formula of the compound will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി? എലമെന്റുകൾ തന്നിട്ടുണ്ട്. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ബാക്കി വരുന്നത് ഓക്സിജന്റെ പെർസെൻറ്റേജ് ആണ്. 38.71, 9.65, 67 and the remaining percentage is ഓക്സിജന്റെ പെർസെൻറ്റേജ് ആണ് 51.62. ആറ്റമിക് വെയിറ്റ് അറിയാം 12, 1, 16 ആണ്. അറ്റമിക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. സിമ്പിൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ആൻസർ 1 കാർബണും 3 ഹൈഡ്രജനും 1 ഓക്സിജനും. സോ ദ എംപിരിക്കൽ ഫോർമുല വിൽ ബി CH3O. എംപിരിക്കൽ ഫോർമുല CH3O ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളായിരുന്നു 45 മുതൽ 90 വരെയുള്ള കെമിസ്ട്രിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബയോളജിയുടെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ആൾ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. മക്കളെ, എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ഒന്ന് പോവാം. ഓക്കെ, എല്ലാവരും സ്മാർട്ടായിട്ടിരിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 91. സ്ട്രോബിലെ ആർ ഫോംഡ് ഇൻ. സ്ട്രോബിലെ ഉള്ള ആർക്കാണ്? സ്ട്രോബിലെ സെലാജിനൽ ഓഫ് കോഴ്സ് ഉണ്ട്, സെലാജിനല്ലയും ഉണ്ട്, നമുക്കറിയാം. പിന്നെ ആരാ ഉള്ളത്? സെലാജിനല്ല ആൻഡ് ഇക്വിസിറ്റം. Corn or strobile. Gymnosperm ഉണ്ട്, നമുക്കറിയാം. Question number 91 is the answer. And what about question number 92? A plant having genotype A, B, B was crossed with another plant with small a, small b. അപ്പോൾ നമുക്കറിയാം F1 എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ A, സ്മോൾ a, ക്യാപിറ്റൽ B, സ്മോൾ b ആയിരിക്കും. എന്നാൽ F2 ആ ചോദ്യം. F2ൽ എന്തൊക്കെ വരും നമുക്കറിയാം? ക്യാപിറ്റൽ A, സ്മോൾ a, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ B എന്ന് പറയുമ്പോൾ രണ്ടുമിൽ ഒരെണ്ണം ഹെട്രോസൈഗസ് ആകുമ്പോൾ 2, റൈറ്റ്? അടുത്ത സ്മോൾ a, സ്മോൾ b വരുമ്പം എല്ലാ ഹോമോസൈഗസ് ആകുമ്പോൾ 1. ദെൻ സ്മോൾ a അല്ലെങ്കിൽ ക്യാപിറ്റൽ A, സ്മോൾ b. അപ്പോൾ അവിടെയും ഒരെണ്ണം ഹെട്രോസൈഗസ് ആകുമ്പോൾ 2. ദെൻ സ്മോൾ a, ക്യാപിറ്റൽ B, സ്മോൾ b വരുമ്പം ഒരെണ്ണം ഹെട്രോസൈഗസ് ആകുമ്പോൾ അവിടെ തന്നെ നടാം. അവിടെ എന്ന് പറയുന്നത് അവിടെ 2. അപ്പോൾ 2, 1, 2, 2 ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 92 നമുക്കറിയാം
2 is the answer for this question. Question number 92, 2 is the answer. And what about 93? Total number of possible genotype for ABO blood group in human. നമുക്ക് എല്ലാവർക്കും അറിയാം genotype എത്താടാ, genotype 6, IA small i, IB small i, right? Okay. Phenotype 4 ആണ്. Question number 93, 1. Then 94, assertion. Genetic code is ambiguous allada, unambiguous. What is unambiguous? അതായത് UUU coding for phenylalanine, AUG coding for methionine. അതായത് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രം കോഡ് ചെയ്യും. പർട്ടിക്കുലർ കോഡോൺ മേ കോഡ് ഫോർ മോർ ദാൻ വൺ അമിനോ ആസിഡ്. തെറ്റാണ്, ഒരിക്കലും അങ്ങനെയല്ല. ഡീജനറസി ഉണ്ട്, അതായത് ഗ്ലൈസിനെ GGG അല്ലേ, GGA അങ്ങനെ കോഡ് ചെയ്യാം. അതായത് എന്താ പറയുക, ഒരു അമിനോ ആസിഡിനെ ഒന്നിൽ കൂടുതൽ കോഡോൺ കോഡ് ചെയ്യാം, ഡീജനറേറ്റ്. ബട്ട് ഹിയർ രണ്ടും തെറ്റാണ്, ആംബിഗോസ് അല്ല, അൺആംബിഗോസ് ആണ്. അസേഷനും റീസണും ഫോൾസ് ആണ്. 94, 3 is the answer, right? Okay. And what about 95? Height in human is controlled by, നമുക്കറിയാം, polygenic inheritance ആണ്. Human height, human skin color and kernel color of wheat, pleiotropism, example sickle cell anemia, phenylketonuria, seed shape starch grain size in B, incomplete dominance, co-dominance, multiple alleles, ഇതൊക്കെ പഠിച്ചു തന്നെ പോവുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. Question number 95, 4 is the answer. And what about 96? A flower can be said to be member of Fabaceae. നമുക്കറിയാം Fabaceae എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് സൈഗോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, സെപ്പൽ 5 ആണ്, ഫ്യൂസ്ഡ് ആണ്. കൊറോള 1+2+2 ഫ്യൂസ്ഡ് ആണ്. 1 സ്റ്റാൻഡേർഡ് posterior, 2 keel, no, these wings, and 2 anterior fused keel. And andrecium 9+1 ആണ്, diadelphous stamen ആണ്, carpel 1 ആണ്, hypogynous ആണ് മക്കളെ. That is സ്റ്റാൻഡേർഡും കീലും വിങ്സും ഒക്കെ ഉണ്ട്. 96, 3 is the answer. 96, 3 is the answer, right? Okay. And what about next? ഈ ഡയഗ്രാം ബേസിലുള്ള ക്വസ്റ്റ്യൻസ് എൻസിആർട്ടിലെ എല്ലാ ഡയഗ്രാമും പഠിച്ച് തന്നെ പോകണം, എല്ലാ ഡയഗ്രാം നോക്കിയിട്ട് പോകണം കേട്ടോ, എല്ലാ ഡയഗ്രാം നോക്കി പഠിച്ച് തന്നെ പോകണം മക്കളെ. ദ ഫിഗർ ഗിവൺ ബിലോ ഇസ് ദ ഡയഗ്രാം ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ദ വെക്ടർ PBR 322. which one of the following option correctly identified certain component? സി ഇതിൻ്റെ അകത്ത് ഹിൻഡ് 3 ഇക്കോ കാർബൺ ഒക്കെ എന്താ ക്ലോണിങ് സൈറ്റിൻ്റെ എൻസൈമിൻ്റെ സൈറ്റുകളാണ്. അപ്പോൾ അത് ആൻറ്റിബയോട്ടി റെസിസ്റ്റൻറ്റ് ജീൻ അല്ല, തെറ്റ്. ആംബിസിലിൻ റെസിസ്റ്റൻറ്റ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് സെലക്ടബിൾ മാർക്കറാണ്, ശരി, അത് ശരിയാണ്. ORI ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് കോപ്പി ദ ജീനിനെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോപ്പി ഉണ്ടാക്കുമ്പോൾ കൺട്രോൾ കോപ്പി നമ്പർ ആഫ്റ്റർ ദ എൻ്റർ ദ ഹോസ്റ്റ്. അപ്പോൾ അതും എന്താണ്, തെറ്റാണ്. റോപ്പ് എന്നാ റിപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് ആണ്, പ്രോട്ടീൻ കോഡിംഗ് ഫോർ റിപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ് ആണ്, അതും തെറ്റാണ്. 97, 2 is the answer, right? And what about 98? Choose the incorrect statement. Vast majority of bacteria are heterotroph, of course, അത് ചോദ്യമാണ്. Chemosynthetic bacteria example of autotroph, chemosynthetic autotroph ആണ്, ശരി. Methanogens eubacteria അല്ലടാ, they are archaebacteria, they are not eubacteria, that is not correct. Simple structure ആണ്, complex behavior ആണ്. Question number 98, 3 is the answer. 99, choose the incorrect statement from the following. Yeast are used to make bread and beer. Yes, yeast. Saccharomyces cerevisiae unicellular ആണ്, ascomycetes ആണ്, budding ഉണ്ട്, ശരിയാണ്. Fungi prefer to grow in warm and humid place. Yes. Cell wall of fungi composed of chitin and polysaccharide. Yes, chitin ന്റെ monomer ആണ്, N-acetyl glucosamine homopolymer, important. Fungi show symbiotic associated with algae as mycorrhizae അല്ലടെ lichen ആണ്. Root of higher plant as mycorrhizae ആണ്, അതും തെറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 4 ആണ് മക്കളെ. 99, 4 is the answer. And what about 100? Radial vascular bundle, root, right? Conjoined stem and leaf, conjoined open, dicot stem, conjoined closed, monocot stem. 104 is the answer. And what about question number 101? Meiosis 1 does not have any one of the events out of the 4 given below. Meiosis 1, bivalent chromosome and the equatorial plate during metaphase 1, ശരി. Crossing over occurs between sister chromatids അല്ലടാ, non-sister chromatids of non-homologous അല്ലടാ, homologous ആണ്, തെറ്റാണല്ലോ. Homologous chromosomes separate while sister chromatids remain associated at their centromere. Yes. Anaphase 1, yes. Recombination nodule is formed during prophase 1 ile packetine recombination. Question number 101 ile meiosis-nuമായിട്ട് കണക്റ്റഡ് ആകാത്ത 2 ആണ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 101, 2 is the answer. And 102, Morgan worked with Drosophila because they could be grown on simple media. Yes. Complete their life cycle in about 6 weeks ആണോ, തെറ്റ്. Single mating produce large number of progenies. Yes.
ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ സെക്സ് ആൻഡ് ഫീമെയിൽ ഉണ്ടെന്ന് മാത്രം നോക്കരുത്. ലാർജ് സൈസ് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ആ ഡയഗ്രാം എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം ഒക്കെ നന്നായി പഠിച്ചു തന്നെ പോകണം. 6 മെയിൽ സ്മോൾ ആടാ, ഫീമെയിൽ ലാർജ് ആയിട്ടാണ് അവിടെ പടം കൊടുത്തിരിക്കുന്നത്, ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ് മക്കളെ. അപ്പോൾ ഇവിടെ ആൻസർ 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ 2 ആണ് മോസ്റ്റ് കറക്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 103 ഡയഗ്രാം എല്ലാം പഠിച്ചു പോകണം കേട്ടോ. ഡയഗ്രാം എല്ലാം നോക്കിയിട്ട് പോകണം. ആദ്യത്തെ നോസ്റ്റോക്ക് ആണ്, രണ്ടാമത്തെ യുഗ്ലീനയാണ്, മൂന്നാമത്തെ അഗാരിക്കസ് ആണ്, എങ്കിൽ നാലാമത്തെ ജിങ്കോ ആടാ, ജിംനോസ്പെമിൻ്റെ അവിടെ പ്ലാൻ കിങ്ഡത്തിൽ ഡയഗ്രാം ഉണ്ട്, നോക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 103, 4 is the answer. And what about 104? Micropropagation is the propagation of large number of planets within short period of time by tissue culture ആടാ, propagation in vitro. Question number 104, 2 is the answer. 105 മാച്ച് ദ കോളം. ജാസ്മിനും മിൻറ്റും ഒക്കെ സ്റ്റോളൻ ആടാ. എ. പൈനാപ്പിള് റൈസോമാണ്, ബനാന റൈറ്റ്, ക്രൈസാന്തിമം റൈറ്റ്. പൈനാപ്പിളൊക്കെ എന്താണ്? സക്കറാണ്, സക്കർ. പൈനാപ്പിൾ ബനാന ഒക്കെ എന്താണ്? സക്കർ. ക്രൈസാന്തിമം പൈനാപ്പിൾ ബനാന സക്കറാണ്. ദെൻ ജിഞ്ചറും ടർമറിക്കും റൈസോമാണ് റൈറ്റ്. ആൻഡ് സാമിൻകണ്ട് എന്താണ്? കൊൾക്കീഷ്യോ ഒക്കെ എന്താണ്? കോമാണ് റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 105 നമുക്കറിയാം എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 4 ആണ്, ഡി എന്ന് പറയുന്നത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 105, ഡി എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ എ എന്ന് പറയുന്നത് 3, ബി എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് 4, ഡി എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 105, 4 is the answer. മക്കളെ, വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 106? Sickle cell anemia, mRNA that synthesize beta chain of hemoglobin in the individual has GUG in the place of GAG. Right, GUG വരുന്ന ഓപ്ഷൻ 106-2. പോയിന്റ് മ്യൂട്ടേഷൻ, സിക്കിൾ സെൽ അനീമിയ, ആൽഫ താലസീമിയ, ബീറ്റ താലസീമിയ, അത് ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആൽഫ ബീറ്റ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ക്വാളിറ്റേറ്റീവ് ആണ്. ഗുഗ്ഗായി പോയി ഷേപ്പിനെ അഫക്റ്റ് ചെയ്തു റൈറ്റ്. ആവശ്യത്തിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റിയില്ല. 106-2 is the answer. And 107, Monascus purpureus is a yeast used commercially in the production of, that is statin, blood cholesterol lowering agent. Question number 107-2 is the answer. And what about question number 108? കോക്കനട്ട് ഫ്രൂട്ട്, കോക്കനട്ട് നമുക്കറിയാം ഡ്രൂപ്പാണ്, മാംഗോയും കോക്കനട്ട് ഡ്രൂപ്പാണ്, ഫ്ലഷി ഫ്രൂട്ടാണ്, സിംഗിൾ ഫ്ലവർ ആണ്, സിംഗിൾ കാർപ്പലാണ്, മോണോ കാർപ്പലാണ്. ദാറ്റ് മീൻസ് സിംഗിൾ കാർപ്പൽ, മോണോ കാർപ്പൽ, സുപ്പീരിയർ ഓവറിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 108, 1 is the answer, right? 109, select the incorrect match. Apical meristem primary meristem ആണോ? Yes, primary meristem ആണ്. Intercalary meristem lateral or secondary meristem ആണോ? അതും primary meristem അല്ലടാ, ഗ്രാസിലൊക്കെ ഉള്ളത് തെറ്റല്ലേ. Interfascicular cambium lateral meristem ആണോ? Yes, intrafascicular cambium medullary raceും കൂടെ ചേർന്ന് interfascicular cambium പിന്നെ ഉണ്ടാവും. Secondary growth, corky cambium, phellogen lateral meristem ആണ്. Question number 109, 2 is the answer. And what about question number 110? Choose the incorrect match from the following. Phycomycetes എന്ന് പറയുന്ന ആരൊക്കെയാണ്? റൈസോപ്പസ്, ആൽബുഗോ, മ്യൂക്കർ, ശരിയാണല്ലോ. അസ്കോമൈസിസിൽ ഓൾട്ടർനേറിയ വരുമോ? അത് ഡ്യൂട്രോമൈസിസ് അല്ലേടാ, തെറ്റല്ലേ. ബെസിഡിയോമൈസിസിൽ ബ്രാക്കറ്റ് ഫംഗി ഉണ്ട്, പഫ് ബോൾ ഉണ്ട്, അഗാരിക്കസ് ഉണ്ട്, യുസ്റ്റിലാഗോ ഉണ്ട്, പക്സീനിയ ഉണ്ട്, ശരി. ഡ്യൂട്രോമൈസിസ് ഓൾട്ടർനേറിയ, കളക്ടോട്രൈക്കം, ട്രൈക്കോഡെർമ ഉണ്ട്. ക്വസ്റ്റ്യൻ 110, 2 is the answer. And 111, Watson and Crick proposed certain features for double helical model of structure of DNA. Choose the following is not a feature of double helical structure of DNA. അല്ലാത്തത് 2 chains anti-parallel ആണ്. Yes. Net and base of 2 strands are complementary and paired through covalent bond അല്ലടാ, ഹൈഡ്രജൻ ബോണ്ട് ആണ്. 2 polynucleated strandsനെ കണക്ട് ചെയ്യുന്ന ആരാണ്? ഹൈഡ്രജൻ ബോണ്ട് ആണ്. A with T by 2 hydrogen bond, G with C by 3 hydrogen bond, right? രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഫോസ്ഫോഡൈസ്ഡ് ബോണ്ട് ആണെങ്കിൽ, നൈട്രജൻ ബേസും ഷുഗറും കണക്ട് ചെയ്യുന്ന എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ആണെങ്കിൽ, ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും കണക്ട് ചെയ്യുന്ന ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. അതൊക്കെ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ 111 2 is the answer. Next, 112. In which chromosome centromere is situated slightly away from the middle of the chromosomes, resulting into one shorter and one longer arm is submetacentric chromosome? 112 is the answer. 113, match the column. Exine ഉള്ള സ്പോറോപൊളിനിൻ ആണ്, റൈറ്റ്. ഇൻഡൈൻ, സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, റൈറ്റ്. കലോട്രോപ്പിസ്, വാൽവേറ്റ്. ദെൻ സാൽവിയ മസ്റ്റാർഡ്, അൺഈക്വൽ ഫിലമെന്റ് ലെങ്ത്. എ എന്ന് പറഞ്ഞ 2, B1, C4 and D3. Question 113, 2 is the answer. Then 114. In the inheritance of flower color in dog flower എന്ന് പറയുമ്പം that is Antirrhinum majus and snapdragon and also 4 o'clock plant Mirabilis jalapa. F1 has a phenotype that does not resemble either of the two parent, that is in between two parent. Question number 114, 2 is the answer.
Then 115, find out the correct statement. Synergid and antipodals degenerate after fertilization? Yes. Polar nuclei produce diploid secondary? Yes. Polar nuclei later fused to form diploid secondary polar nuclei. Sheri. Male gamete fused with a secondary nucleus to form zygote. Male gamete fused with the secondary nucleus. Male gametum eggum kuda fuse cheyidalla zygote undannu tettalle. Male gamete fused with the egg cell to form triploid. Male gametum eggum kuda ചേർന്നിട്ടാണോ? Male gamete fused with the polar nuclei with form primary endosperm nucleus. തെറ്റ്. അപ്പോൾ കറക്റ്റ് എയും ബിയും ആണ് കറക്റ്റ്. Question number 115, 1 is the answer. And what about question number 116? Morgan coined the term linkage to describe the physical association of gene on a chromosome, and the term recombination used to describe generation of non-parental recombination, non-parental. Okay, combination parental അതിനേക്കാൾ കൂടുതൽ നോൺ പാരന്റൽ ആണ് റീകോമ്പിനേഷൻ. ആൽഫ്രഡ് സ്റ്റുഡ് when his student used the frequency of recombination between gene pair on same chromosome as a measure of distance between gene and map their position on chromosome. Question number 116, 4 is the answer. And 117, Kranz anatomy in maize plant perform photosynthesis by Kranz anatomy നമുക്കറിയാം C4 പ്ലാന്റ്സിനാണുള്ളത്. ദാറ്റ് ഈസ് മീസോഫില്ല, ബണ്ടിൽ ഷീറ്റിനെ ചുറ്റി ഒരു റിങ് പോലെ റീത്ത് വെച്ച പോലെ ഇരിക്കും. ഓപ്പറേഷൻ ഓഫ് C4 പാത്വേ ആണ് അവിടെ. 117, 2 is the answer. 118, a phytohormone known as antagonist to gibberellic acid, കണ്ണടച്ച് എഴുതിക്കോ, that is abscisic acid. 118, 3, that is a stress hormone, right? Common plant growth inhibitor. Then 119, Calvin cycle is major pathway by which sugar are synthesized. Calvin or C3 cycle ആണ് എല്ലാ പ്ലാന്റ്സിലും ഉണ്ട്. 3 തരം പ്ലാന്റ്സ് ആണ് based on photosynthesis. C3, C4, CAM. CAM plants more than 40 degrees Celsius temperature ഉള്ളവരാണ്, വളരുന്നതാണ്. അവർ സ്റ്റൊമാറ്റോ ഓപ്പൺ ഡ്യൂറിങ് നൈറ്റ് ആണ്, ക്ലോസ് ഡ്യൂറിങ് ഡേ ആണ്. എല്ലാ പ്ലാന്റ്സിലും ഷുഗർ ഉണ്ടാക്കുന്ന C3 പാത്വേ അല്ലെ കാൽവിൻ സൈക്കിൾ വഴിയാണ്. Question number 119, 4 is the answer. 120, recessive pair of the P. Axial flower is the dominant ആണല്ലോ, അപ്പോൾ അത് ഓപ്ഷൻ വരുന്നില്ല. Inflated and yellow pod. Inflated is dominant, yellow pod is recessive, അപ്പോൾ അത് വരുന്നില്ല. Yellow and wrinkled seed ഒന്ന് dominant recessiveമാണ്. Yellow pod is the recessive, constricted pod is also recessive, രണ്ടും recessive ആയിട്ടുള്ള. Question number 124 is the answer. 121, bacteria involved in gobar gas production belong to Archaebacteria, right? Methanogens, right? In gut of rumen of cattle ഉള്ളതാണ്. Question number 121, 3 is the answer. The rumen of cattle. Then 122, correct statement about Krebs cycle is during conversion of citric acid to alpha ketoglutaric acid 2 decarboxylation ഉണ്ടോ? citric acid 5 carbon ആണ്, alpha ketoglutaric acid അല്ല citric acid 6 carbon ആണ്, alpha ketoglutaric acid 5 carbon ആണ്. 6 5 ആവുമ്പോൾ ഒരു കാർബൺ അല്ലേ പോകുന്നുള്ളൂ, 2 ഇല്ലല്ലോ, തെറ്റല്ലേ? ഫ്യൂമറേസ് എന്താ ചെയ്യുന്നത്? ഫ്യൂമറേസ് ഫ്യൂമറിക് ആസിഡിനെ മാലിക് ആസിഡ് ആക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യാൻ സഹായിക്കും, ഹൈഡ്രേഷന് സഹായിക്കുന്നതാണ്, ഡീഹൈഡ്രേഷൻ ഇല്ല. ഫ്യൂമറിക് ആസിഡ് മാലിക് ആസിഡ് ആകുമ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന എൻസൈമാണ് ഫ്യൂമറേസ്. അവിടെ ഡീഹൈഡ്രേഷൻ ഇല്ലടാ, അതും തെറ്റ്. അപ്പോൾ ഇതും തെറ്റ്. there are 3 points in the cycle where NADP ഉണ്ടോടാ Krebs cycle, അപ്പോൾ അവിടെ തെറ്റ്. GTP is produced during conversion of succinyl coenzyme to succinic acid. Yes, അത് correct. Guanosine triphosphate. GTP is immediately converted to ATP, substrate level phosphorylation. Question number 122, 4 is the answer. 123, read the following statement and select the correct option. Diatoms are heterotroph? No, diatoms are the chief producers in the ocean. They are autotroph. Diatoms responsible for red tide? No. Red tide is due to, red tide of the sea is due to Macaulay goniolax, that is red dinoflagellate. That is also not correct. Question number 123 le A യും B യും incorrect ആണ്. Both statement A and B are incorrect. 123, 4 is the answer. 124, which of the following is not labeled correctly? The plasma membrane ആണോ? Yes. Peripheral microtubule? Yes. Doublet? Yes. Central microtubule? Yes. Interdoublet bridge ആണോ? ഇത് എന്താടാ മക്കളെ? That is radial spoke അല്ലേ? Radial spoke അല്ലേ? തെറ്റല്ലേ? Central sheath? Yes. അപ്പോൾ ഇവിടെ interdoublet bridge എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് ആക്ച്വലി അത് റേഡിയൽ സ്പോക്ക് ആണ്. അപ്പോൾ അത് തെറ്റാടാ. 124, 2 is the answer. ഡയഗ്രാം എല്ലാം ശ്രദ്ധിച്ച് എല്ലാ ലേബലിങ്ങും പഠിച്ച് തന്നെ പോകാൻ വേണ്ടി മക്കളെ ശ്രദ്ധിക്കുക. Then 125, in respiratory pathway, which of the following dehydrogenase enzyme employ flavin nucleotide? ഫ്ലാവിൻ്റെ സഹായം വരുന്നത് എംപ്ലോയ് ചെയ്യുന്ന എവിടെയൊക്കെ? employ glyceraldehyde 3-phosphate dehydrogenase, lactate dehydrogenase ആക്കുമ്പോൾ അവിടെ ഇല്ല. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്, പൈറുവിക് ആസിഡ്, അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പഠിച്ചില്ല. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് വരുമ്പോൾ FADH2 ഉണ്ട്, അവിടെയുണ്ട്, പക്ഷേ ഇതില്ല.
ദെൻ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് സക്സിനിക് ആസിഡ് ആകുമ്പോൾ അല്ല സക്സിനിക് ആസിഡിനെ മാലിക് ആസിഡ് ആക്കത്തില്ലേ, സക്സിനി ഡീഹൈഡ്രോജനേസ് സക്സിനിക് ആസിഡ് ഫിമിനിക് ആസിഡ് ആക്കത്തില്ലേ, ആ സമയത്ത് FAD വന്നിട്ടല്ലേ ആ പ്രോട്ടോൺ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് സക്സിനിക് ആസിഡിനെ ബ്രേക്ക് ചെയ്യുമ്പം FAD അല്ലേ പ്രോട്ടോണെ പിടിക്കുന്ന ഫ്ലാവിൻ ഉണ്ടല്ലോടാ. ശരി, NADH ഡീഹൈഡ്രോജനേസ് NADHനെ ബ്രേക്ക് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഫ്ലാവിൻ മോണോ ന്യൂക്ലിയേറ്റഡ് അല്ലേ പിടിക്കുന്ന FMN പിടിക്കത്തില്ലേടാ. അപ്പോൾ അവിടെ ഫ്ലാവിൻ സഹായിക്കുന്നില്ലേടാ മക്കളെ. അപ്പോൾ therefore വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 125 3 is the answer. 126 കാസ്പിൻ ട്രിപ്സ് എവിടെയാണ് ഉള്ളത്? റേഡിയൽ ടാൻജൻഷ്യൽ വോൾ ഓഫ് എന്താണെന്നും കൂടെ ബാക്കി വായിച്ചോണം. പെരിസൈക്കിൾ ആണോ? നോ. റേഡിയൽ ടാൻജൻഷ്യൽ റേഡിയൽ വോൾ ഓഫ് എൻഡോഡെർമിസ് ആണോ? യെസ്. റൂട്ട് ആണോ? യെസ്. സ്റ്റെം എന്നൊക്കെ കൊടുക്കും, അപ്പോൾ നോക്കി വേണം ചെയ്യാൻ. Okay, but that's the answer. Question number 126 2 is the answer. 127 which of the following statement does not hold true for restriction enzyme? True അല്ലാത്തത് ഏതാടാ? It is recognized palindrominucleated sequence? Yes. It is an endonuclease? Yes. It is isolated from bacteria? Yes. It produces different kind of sticky ends in different അതായത് different DNA molecule. അതായത് ഇപ്പം GATTC എന്നുള്ള നമ്മുടെ ഇക്കോ ആർമൺ ജിക്കും എക്കും ഇടയ്ക്ക് എപ്പോഴും കട്ടി ഒരേ സ്റ്റിക്കി എൻ്റെ എല്ലാ DNA-ലും ഉണ്ടാക്കുക, അല്ലെ ഓരോ DNA ചെല്ലുമ്പോൾ വേറെ സ്റ്റിക്കി എൻ്റെ അത് ഉണ്ടാക്കത്തില്ലടാ. 127 4 is the incorrect related to restriction enzyme മക്കളെ. 127 4 is the answer. 128 which of the following stage is correctly described with their event? Anaphase 1 the bivalent chromosome align on the equatorial plate ആണോ? അത് metaphase 1 അല്ലേടാ. ഡയക്കാനിസിസ് ബിഗിനിങ് ഓഫ് ഡിസൊല്യൂഷൻ നടക്കുന്നത് ഓഫ് സിനാറ്റോണൽ കോംപ്ലക്സ് ഡിസൊല്യൂഷൻ നടക്കുന്നത് ഡിപ്ലോട്ടീൻ ആടാ, തെറ്റല്ലേ. മെറ്റാഫേസ് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ടു കൈനറ്റോകോർ ഓഫ് ക്രോമസോം. യെസ് 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 സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ടു കൈനറ്റോകോർ ക്രോമസോം ഡ്യൂറിങ് മെറ്റാഫേസ് ആണല്ലോ. യെസ് 128 3 ആണല്ലോ കറക്റ്റ്. സൈഗോട്ടീൻ റീകോമ്പിനേഷൻ നോഡ്യൂൾ അല്ല, അത് പാക്കറ്റീൻ ആണ്. 128 3 is the answer. മക്കളെ 129 if take 20 hours to complete the cell cycle of a cell, approximately for how much time duration its interface is going to last? That is of course 19 hours. That is 95% of the cell cycle is interphase G1 as G2. Question number 129 1 is the answer. Then 130 based on observation on monohybrid some draw conclusion show the following does not occur. Monohybrid is sambandhikathathu. Characters are controlled by discrete unit called factors. Yes. Factors occur in pair. Yes. In case of two pairs of contrasting two pair ഒക്കെ വന്ന dihybrid ആയില്ലേ segregate independent, അപ്പോൾ അത് തെറ്റ്. In the postulate dominance also explain proportion 3:1 obtained in after F2. Yes. Monohybrid cross, monohybrid phenotypic ratio. Question number 131 3 is the answer. 3 is the answer. 131 HRNA synthesized in prokaryote heterogeneous nuclear RNA eukaryotes അല്ലേ ന്യൂക്ലിയസിലല്ലേടാ, തെറ്റല്ലേടാ. പോളി അഡിനിലെ റെസിഡ്യൂസ് ആഡഡ് at 3' in ബാക്ടീരിയയിൽ ഇല്ലല്ലോ, ടെയിലിംഗ് ഇല്ലല്ലോ, അത് നമ്മുടെ യൂക്കാരിയോട്സിലല്ലേ. അപ്പം രണ്ടും തെറ്റല്ലേ. HNRNA പ്രോകാരിയോട്സിൽ ഇല്ലല്ലോ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ഇൻകറക്റ്റ് അല്ലേ മക്കളെ. 131 2 is the answer. 132 select the recessive traits for the bee plant varieties taken by Mendel in his experiment. Yellow seed color is dominant, white flower is the recessive, violet is the dominant, yellow pot color is recessive, green pot color is dominant. Then terminal flower color is recessive, axial flower is dominant, tall stem is dominant, inflated or full is dominant. അപ്പോൾ 1 2 3 are recessive. Option 2 is the correct answer. That is white flower color is recessive, yellow pot color is recessive, terminal flower position is recessive. Here 132 2 is the answer. And 133 ഈ ഡയഗ്രാം ഒക്കെ ഒന്ന് നോക്കി പഠിക്കണേ. 4 sketches are given. അതിൻ്റെ അകത്ത് ഏറ്റവും കറക്റ്റ് ആദ്യത്തെ ഏതാടാ? ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം കാൽവിൻ സൈക്കിൾ ആണെങ്കിൽ ലൈറ്റ് സാച്ചുറേഷൻ കോമ്പൻസേഷൻ പോയിന്റ് പഠിച്ചിട്ടുണ്ടടാ. അപ്പോൾ ഏറ്റവും കറക്റ്റ് ആൻസറിൽ എത്തണമെങ്കിൽ ഇൻസ്റ്റൈറ്റുള്ള എല്ലാ ഡയഗ്രാം വൃത്തിയായി പഠിച്ചു പോകണം. 133 4 is the answer മക്കളെ. 134 option given below A, B, C, D represent the various functions regulated by phytohormone. Choose the option that show all the functions regulated by same hormone. Production of new leaves ആരാണ്? സൈറ്റോകൈനിൻ ആണ്. ഓവർകം എപ്പിക്കൽ ഡോമിനൻറ്റ് സൈറ്റോകൈനിൻ ആണ്. ന്യൂട്രൺ മൊബിലൈസേഷൻ സൈറ്റോകൈനിൻസ് ആണ്. എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ എഥിലീൻ, അപ്പോൾ അതെല്ലാം വരില്ല. ദെൻ ഡിലേ സെനസെൻസ് എന്ന് പറയുന്ന ഗിബർലിനാണ്. സ്പീഡിംഗ് മാൾട്ടിംഗ് ഗിബർലിനാണ്. കോണിഫേഴ്സ് ഏർലി സീഡ് പ്രൊഡക്ഷൻ ഗിബർലിനാണ്. പ്രൊമോട്ട് ബോൾട്ടിംഗ് അതേ ഗിബർലിനാണ്. അപ്പോൾ എല്ലാം വരുന്നത് 2 ഓപ്ഷനാണ്. സീഡ് ഡോമിനൻസി ബ്രേക്ക് ചെയ്യുന്നു, പ്രൊമോട്ട് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. ദെൻ അത് സീഡ് ഡോമിനൻസി ബ്രേക്ക് ചെയ്യുന്ന അബ്സിസിക് പ്രൊമോട്ട് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ സ്ട്രെസ് ഹോർമോൺ അബ്സിസിക് ആസിഡ് ആയിപ്പോയി. അപ്പോൾ പ്രൊമോട്ട് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ എഥിലീനാണ്. ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഡീപ് വാട്ടർ റൈസ് പ്ലാന്റ് എഥിലീനാണ് മക്കളെ. അപ്പോൾ അത് വരുന്നില്ല.
Then initiate rooting in stem cutting, auxin ആണ്, promote nutrient mobilization cytokine ആണ്, apical dominance cytokine auxin ആണ്. അപ്പോൾ എല്ലാം മാറിപ്പോയി. റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ് ഓക്സിൻ വരുമ്പോൾ ന്യൂട്രൻ മൊബിലൈസേഷൻ സൈറ്റോകൈൻ ആയിപ്പോയി, മറ്റേത് ഓക്സിൻ ആയിപ്പോയി. പ്രൊമോഷൻ ഓഫ് സീഡ് മച്ചുറേഷൻ, ഡോർമൻസി ഒക്കെ വരുന്നത് അബ്സിസിക് ആസിഡ് ആണ്. മക്കളെ എല്ലാം കൂടെ ഒരേ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന 134. 2 is the answer മക്കളെ. 134. 2. Then last question 135. A man with blood group A marriage with a woman with a blood group B. Right. IA. അപ്പം എ എന്ന് പറയുമ്പോൾ ഹെട്രോസൈസ് എടുക്കണം, മാക്സിമം കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടും? ഐ എ കിട്ടുന്നുണ്ട്, ഐ എ കിട്ടത്തില്ല. ഐ എ സ്മോളായി കിട്ടും, റൈറ്റ്. ഐ എ സ്മോളായി കിട്ടും, ഐ ബി സ്മോളായി കിട്ടും, റൈറ്റ്. യെസ്, ഐ എ സ്മോളായി കിട്ടുന്നു, ഐ ബി സ്മോളായി കിട്ടുന്നു, ഐ ബി കിട്ടുന്നു, സ്മോളായി കിട്ടുന്നു, എ കിട്ടുന്നു, ബി കിട്ടുന്നു, എ ബി കിട്ടുന്നു, ഒ കിട്ടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 135. 4 is the answer മക്കളെ. അങ്ങനെ ഡിക്കറായിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റിപ്പോയതിൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. യെസ്. Question number 136. Which of the following is odd one with respect to taxonomic rank? Taxonomic ranking odd one ആയിട്ടുള്ള നോക്കണ്ടേ. മാഞ്ചിഫറ ഏത് റാങ്ക് ആണ്? ജീനസ് ആണ് അല്ലേ. മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസ് ആണ്. കാർണിവോറ ഒരു ഓർഡറാണ്, ഡിപ്റ്ററ പ്രൈമേറ്റ ഇത് രണ്ടും ഓർഡറുകളാണ്. അപ്പം അവിടെ ഓഡ് വൺ ആയിട്ടുള്ളത് ഓപ്ഷൻ ഏത് ഓപ്ഷനാ? ഓപ്ഷൻ 1 ആണ്. ഓക്കെ, മാഞ്ചിഫറ. 137. Which one is incorrect for Protista? Okay. Members of Protista are primarily aquatic. ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ. Some have flagella and cilia. ശരിയാണ്. Cell body not contains a well defined nucleus and other membrane bound organelles. ശരിയാവോ? നോട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം പ്രൊട്ടിസ്റ്റ യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ആനിമൽസിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും ഉണ്ട്, അതുപോലെ തന്നെ സെൽ ഓർഗനൽസും ഉണ്ട് അല്ലേ. സോ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൊട്ടിസ്റ്റ് റീപ്രൊഡ്യൂസ് asexually and sexually by a process involving cell fusion and zygote formation. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഇവിടെ ആൻസർ ചെയ്ത് വരും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. സെലക്ട് ആൻ ഇൻകറക്റ്റ് പ്രെയർ ഫ്രം ദ ഫോളോയിങ്. ആദംസിയ എന്ന് പറയുന്നത് സി അനിമോൺ വരുന്നത് നിഡേറിയൻസിലുള്ളൊരു ഫീച്ചറല്ല നിഡോപ്ലാസ്. അപ്പം ഒന്നാമത്തെ ഫീച്ചർ കുഴപ്പമില്ല. ടീനിയ ഹുക്സ് ആൻഡ് സക്കേഴ്സ്, ടീനിയ ടേപ്പുവമാണ്, ഹുക്സ് ആൻഡ് സക്കേഴ്സ് പ്രസൻ്റ് ആണ്. ബെലനോഗ്ലോസസ് ഹെമികോഡൈറ്റിൽ വരുന്ന 2 എക്സാമ്പിൾ അല്ലേ. വെലനോഗ്ലോസസും സാക്കോഗ്ലോസസും അവരുടെ ബോഡിയിൽ ആൻറ്റീരിയർ പാർട്ടാണ് പ്രൊബോസിസ്. ശരിയായ പെയറാണ് അല്ലേ. ഔറിലിയ എന്ന് പറയുന്നത് നിഡേറിയൻ ആണോ കോംപ്ലീറ്റ് ഉള്ളത്? അല്ല, ടീനോഫോർസിലാണ്. സോ നമ്മുടെ ഇവിടുത്തെ ഇൻകറക്റ്റ് പെയർ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. 138 ഓപ്ഷൻ 4. 139. ടെൻഡൺ ആൻഡ് ലിഗമെന്റ്സ് ബിലോങ് ടു ഇത് വരും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആ. പെട്ടെന്ന് കയറി ഓപ്ഷൻ 2 വരരുത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. പ്രോട്ടീൻ സ്റ്റോറിംഗ് ലൂക്കോപ്ലാസ്റ്റ് ഈസ് നോൺ ആസ്. പ്രോട്ടീൻ സ്റ്റോറിംഗ് ലൂക്കോപ്ലാസ്റ്റ് ഏതാ? പ്രോട്ടീൻ സ്റ്റോറിംഗ് അലീറോപ്ലാസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യുന്ന ലൂക്കോപ്ലാസ്റ്റ് ആണ്. എലയോപ്ലാസ്റ്റ് ഓയിലും ഫാറ്റും സ്റ്റോർ ചെയ്യുന്നു. അതിൽ അമീലോബ്ലാസ്റ്റ് ഓപ്ഷൻ എയിൽ കൊടുത്ത അമീലോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഇനാമലിനെ ടൂത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പോളിമറിക് അല്ലാത്തത്? യെസ്, ന്യൂക്ലിക് ആസിഡ് പോളിമറാണ്. മോണോമർ ഏതാ? ന്യൂക്ലിയോടൈഡാ. പ്രോട്ടീൻസ് പോളിമറാണ്, അമിനോ ആസിഡ് വെച്ചിട്ടാണ്. പോളിസാക്കറൈഡ്സ് പോളിമറാണ്, മോണോമേഴ്സ് എന്ന് പറയുന്ന മോണോസാക്കറൈഡ്സ് ആണ്. അതേസമയം ലിപ്പിഡ് ദേ ആർ നോട്ട് പോളിമേഴ്സ്. സോ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ. 142. With respect to respiratory apparatus, pick out the incorrect pair ആണ്. ഓക്കെ, ഇൻസെക്റ്റിലെ ട്രക്കിയൽ ട്യൂബ്സ് ആണ്. ആംബിബിയൻസിൽ സ്കിന്നും ലങ്സും ആക്ട് ചെയ്യുന്നുണ്ട്. പോറിഫറൻസിൽ ബോഡി സർഫസ് തന്നെയാണ്. ക്രസ്റ്റേഷ്യൻസിൽ ഏതാ? ലങ്സ് ആണോ? അല്ല, ലങ്സ് അല്ല. ഏതാ? ഗിൽസ് ആണ്. സോ ഇവിടെ ആൻസർ ഇൻകറക്റ്റ് പെയർ ഓപ്ഷൻ 4 ആണ്. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് occurs due to formation of serum, change of fibrinogen into network of fibrin, destruction of erythrocytes, destruction of leukocytes. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ്. ചേഞ്ച് ഓഫ് soluble fibrinogen into network of insoluble fibrin. ഓക്കെ. 144. വാസോപ്രസിൻ ഈസ് റിലേറ്റഡ് വിത്ത് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്താ ഫംഗ്ഷൻ? ഡൈയൂറസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോൺ. ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിനിലൂടെ മാക്സിമം എമൗണ്ട് വാട്ടർ ലോസ് സംഭവിക്കാതെ മാക്സിമം എമൗണ്ട് വാട്ടറിനെ തിരിച്ച് റീഅബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. വാസോപ്രസിൻ ഇസ് റിലേറ്റഡ് വിത്ത് ഡൈല്യൂഷൻ ഓഫ് യൂറിൻ. ശരിയാവോ? ഇല്ല. യൂറിൻ ഡൈല്യൂട്ട് ചെയ്യുവാണോ? അല്ല.
GFR ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു, അല്ല. കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്യുമ്പോൾ യൂറിൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ആവും. ഇനി ലോ ബ്ലഡ് പ്രഷർ അല്ല, വാസോപ്രസിൻ ഒരു വാസോ കൺസ്ട്രിക്റ്റർ ആണ് അല്ലേ. അപ്പം ബ്ലഡ് വെസൽ ചെറുതാകും, ബ്ലഡ് പ്രഷർ കൂടുക ചെയ്യുന്നത്. സോ ലോ പ്രഷർ വരത്തില്ല. ഓക്കെ, ആക്റ്റിൻ പ്രോട്ടീൻ ഒക്കേഴ്സ് ഇൻ ടു ഫോംസ്. എഫ് ആക്റ്റിൻ ആൻഡ് ജി ആക്റ്റിൻ. എഫ് ആക്റ്റിൻ എന്താണ്? പോളിമെറിക് ആണ്. ജി ആക്റ്റിൻ മോണോമെറിക് ആണ്. സോ ഓപ്ഷൻ 1 ആണ്. അതുപോലെ എഫ് ആക്റ്റിൻ ആൻഡ് ജി ആക്റ്റിൻ ബോത്ത് ആർ ഫൈബറസ്, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്, ബാക്കി രണ്ടും തെറ്റാണ്. ടെയിൽ ആൻഡ് ഹെഡ് ഉള്ളത് മയോസിൻ ആണ്. ഓക്കെ, യെസ്. എ യൂണിപോളാർ ന്യൂറോൺ ഈസ് എ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് ഓൾ ഓഫ് ദ ഫോളോയിങ് പാർട്സ് എക്സെപ്റ്റ്. ഓക്കെ, യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് only 1 ആക്സോൺ ഉള്ളത് അല്ലേ, ആക്സോൺ മാത്രം ഉള്ളത്, ഡെൻഡ്രൈറ്റ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, പിന്നെ ഉള്ളത് എംബ്രിയോണിക് സ്റ്റേജ് മാത്രം കാണുന്നത്. സോ ഇവിടെ ആൻസർ ചെയ്ത് വരും സെൽ ബോഡി പ്രസൻറ്റാ, നിസിസ് കാനുകളും പ്രസൻറ്റാ, ആക്സോണും പ്രസൻറ്റാ, പക്ഷേ ഡെൻഡ്രൈറ്റ് ആബ്സെൻറ്റാ. സോ ഓപ്ഷൻ 4. 147. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രോൾസ് ദ സെക്രീഷൻ ഓഫ് ഈസ്ട്രോജൻ? ഈസ്ട്രോജനെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാ? യെസ്, FSH ആണ്. ഓപ്ഷൻ 4 FSH. All of the following are the actions of IUDs except make the cervix hostile to the sperms. ശരിയാണ് അല്ലേ. Make uterus unsuitable for implantation. ശരിയാണ്. Suppress the fertilizing capacity of sperms. അതും ശരിയാണ്. Increase the sperm motility. Sperm motility കൂട്ടുമല്ല, കുറയ്ക്കുക. സോ നമ്മുടെ അവിടുത്തെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇൻക്രീസ് sperm motility എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, 149. Seminal vesicle is found at the junction of. ഇത് NCERT പറയുന്നില്ല, നമുക്ക് ഈ സെൻറ്റൻസ് കാണത്തില്ല, പക്ഷേ ഡയഗ്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സെമിനൽ വെസിക്കിൾ ഈസ് പ്രസന്റ് ബിറ്റ്വീൻ പോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് വാസ് ഡെഫറൻസ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, പോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് വാസ് ഡെഫറൻസ്. ന്യൂക്ലിക് ആസിഡ് ആർ പോളിമേഴ്സ് ഓഫ്. ന്യൂക്ലിക് ആസിഡ് പോളിമർ ആണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ്. ഓപ്ഷൻ 2. 151. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആർ ദ 2 കീ കൺസെപ്റ്റ്സ് ഓഫ്. ബ്രാഞ്ചിങ് ഡിസെൻറ്റും നാച്ചുറൽ സെലക്ഷനും ഏതാ? ലാമാർക്കിയൻ തിയറി ആണോ? അല്ല, ഓപ്ഷൻ 2 ആണ്, ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ. ഓക്കെ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി ഈസ് ഡ്യൂ ടു. സെൽ മീഡിയേറ്റഡ് T ലിംഫോസൈറ്റ്സ് ആണ്. ഓപ്ഷൻ 1 T ലിംഫോസൈറ്റ്സ്. 153. റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഫേസ് ഓഫ് യൂട്രിൻ സൈക്കിൾ? ഓക്കെ, മെൻസ്ട്രൽ സൈക്കിളിലെ ഫസ്റ്റ് ഫേസ്, മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞാൽ ഉടനെ റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം സ്റ്റാർട്ട് ചെയ്യും. അതേത് ഫേസാണ്? പ്രോലിഫറേറ്റീവ് ഫേസ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ്, പ്രോലിഫറേറ്റീവ് ഫേസ്. സെലക്ട് ദ മിസ്മാച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈപ്പ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ അമംഗ് ദി ഫോളോയിങ്. കട്ല ഒരു ഫിഷാണ്, ഫിഷിലെ സിംഗിൾ സർക്കുലേഷൻ ശരിയാണ് അല്ലേ. യെസ്. സ്നേക്ക് റെപ്റ്റൈലാണ്, റെപ്റ്റൈലിൽ ഡബിൾ സർക്കുലേഷൻ ആണോ? അല്ല, സ്നേക്കിൽ ഡബിൾ സർക്കുലേഷൻ അല്ല. പീകോക്ക് ഡബിൾ സർക്കുലേഷൻ, ഫ്രോഗിൽ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. സോ ഇവിടെ ആൻസർ വരുന്ന മിസ്മാച്ച് ആയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. സ്നേക്കിൽ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. ഓക്കെ, ഇൻ്ററാക്ഷൻ ഓഫ് ആദം സി ആൻഡ് ക്ലോൺ ഫിഷ്. ആദം സി എന്താ? സി അനിമോൺ. സി അനിമോണും ക്ലോൺ ഫിഷും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ യെസ്, കമൻസാലിസം. ഓപ്ഷൻ 1 കമൻസാലിസം. GFC start with producers and DFC start with dead organic matter. So option 1 ആണ്, dead organic matter. Hepatic portal system is a vascular connection that exists between. Hepatic എന്ന് കേൾക്കുമ്പോഴേ എന്തോർക്കണം? ലിവർ. ഓക്കെ, ലിവർ വരുന്ന ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്. അപ്പോൾ അത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 2. ഡൈജസ്റ്റീവ് ട്രാക്റ്റും ലിവറും തമ്മിലുള്ള കണക്ഷനാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഓക്കെ, ചൂസ് ദ ഓഡ് വൺ വിത്ത് റെസ്പെക്ട് ടു ഡിസീസസ് കോസ്ഡ് ബൈ ഹൈപ്പോസെക്രീഷൻ ഓഫ് ഹോർമോൺസ്. ഹൈപ്പോസെക്രീഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രൊഡക്ഷൻ, ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്ന വഴി ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. അതിൽ ഓഡ് വൺ കണ്ടെത്താനാണ്. ഡയബറ്റിക്സ് മെലിറ്റസ്, ഇൻസുലിൻ്റെ ഹൈപ്പോസെക്രീഷൻ കാരണം ഉണ്ടാകുന്ന ഡിസോർഡറാണ് ഡയബറ്റിക് മെലിറ്റസ്. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടിപ്പോകുന്നു. ഓക്കെ, ക്രെറ്റിനിസം ഏതുമായിട്ട് റിലേറ്റ് ചെയ്താൽ സ്റ്റാൻഡേർഡ് ഗ്രോത്താണ്. പക്ഷേ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഹൈപ്പോസെക്രീഷൻ കാരണം ഉണ്ടാകുന്ന ഡിസോർഡറാണ് ക്രെറ്റിനിസം. ഓക്കെ, ഇനിയും അക്രോമെഗാലി, അത് ഹൈപ്പോസെക്രീഷൻ അല്ല, ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണ് കേട്ടോ. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ കാരണം അഡൽസിലുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് അക്രോമെഗാലി. ടെറ്റനി ഈസ് ഡ്യൂ ടു ദ ഹൈപ്പോസെക്രീഷൻ ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഹൈപ്പോസെക്രീഷൻ ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ കാരണം ഉണ്ടാകുന്ന ഇതാണ് ഡിസോർഡറാണ് ടെറ്റനി. ഓക്കെ, അതേസമയം ഇവിടെ ആൻസർ വരുന്ന ഹൈപ്പർ സെക്രീഷൻ ആണ്. സോ ബാക്കി 3 ഹൈപ്പർ സെക്രീഷൻ കാരണം അക്രോമെഗാലിയാണ് ഇവിടെ ആൻസർ. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഫാക്ടർ കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ അക്രോമെഗാലി.
യെസ്. 159. Which of the following statements are incorrect? Which of the following statements are incorrect? Incorrect ആയിട്ടുള്ളതാണ്. Parapodia are lateral appendages in some mollusks used for swimming. ശരിയാണോ? ശരിയാണോ? അല്ല. പാരാപ്പോഡിയ മൊളസ്കിലാണോ ഉള്ളത്? അല്ല. അല്ല, നീരീസിലൊക്കെയാണ് അല്ലേ? യെസ്. സോ അത് വരത്തില്ല. റാഡുല ഇൻ മൊളസ്ക് ആർ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ ആണോ? റാഡുല മൊളസ്കിലുള്ളതാണ്. പക്ഷേ ഇറ്റ്സ് എ റാസ്പിംഗ് ഓർഗൻ അല്ലെ, ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസൈൻമെൻറ്റ്സ് ആർ ഡൈഷ്യസ് അല്ലേ, ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്വിനോഡർ ലാർവേ ഷോ ബൈലാട്രൽ സിമെട്രി, ശരിയാണ് അല്ലേ. മച്ചുവർ ആയിരിക്കുന്ന അഡൽട്ട് റേഡിയൽ സിമെട്രി കാണിക്കുമ്പോൾ ലാർവേ ബൈലാട്രൽ സിമെട്രി കാണിക്കുന്നു. ടീനോഫോർസ് ആർ ഡിപ്ലോപ്ലാസ്റ്റിക് ആൻഡ് റേഡിയലി സിമെട്രിക്കൽ, ശരിയാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. 1 and 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ 1. 160. വാട്ട് വുഡ് ബി ദ കാർഡിയാക് ഔട്ട്പുട്ട് ഓഫ് എ പേഴ്സൺ ഹാവിംഗ് 72 ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ് ആൻഡ് സ്ട്രോക്ക് വോളിയം 60 ml? എങ്ങനെയാണ് കാർഡിയാക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്? യെസ്, കാർഡിയാക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് ഇൻ എ മിനിറ്റ് ഇൻറ്റു, അതായത് 72 × 60 ചെയ്താൽ നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടും. എത്ര കിട്ടും? 4320 ml. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 4320. യെസ്. 161. ഇതിൽ 1, 2, 3 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 1 എന്ന് പറയുന്നത് ഇതിപ്പോൾ മയോസിനാണ് അല്ലേ, മയോസിനാണ്. മയോസിൻ ഉണ്ടാക്കിയിരിക്കുന്ന മോണോമർ യൂണിറ്റ് മീറോ മയോസിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഹെഡ് ഉണ്ട് അല്ലേ, ഷോർട്ട് ആം ഉണ്ട്, ടെയിലുണ്ട്. ഹെഡിലെ 2 ബൈൻഡിങ് സൈറ്റാണ് ഉള്ളത്, മേളിലുള്ള ഏറ്റവും ടോപ്പിലുള്ളത്. 1 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ഏതാ? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആണ്. 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ATP ബൈൻഡിങ് സൈറ്റ് ആണ്. ഓക്കെ, 3 മീൻസ് ഈ ഹെഡും ഷോർട്ട് ആമും കൂടെ കൂടി ചേർന്നതിനെ പറയും ഹെവി മ്യൂറോമയോസിൻ അല്ലെങ്കിൽ HMM. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ഈസ് എ പാർട്ട് ഓഫ് പെക്ടോറൽ ഗിഡിൽ? 162 പെക്ടോറൽ ഗിഡിൻ്റെ പാർട്ടായിരിക്കുന്നത്. സ്റ്റേർണം ആക്സിൽ സ്കെൽറ്റൻ്റെ പാർട്ടാണ്, പെക്ടോറൽ ഗിഡിൻ്റെ അല്ല. അസറ്റാബുലം പെൽവിക് ഗിഡിൻ്റെ പാർട്ടാണ്. സോ വരത്തില്ല. ഗ്ലീനോഡ് ക്യാവിറ്റി ഇസ് എ പാർട്ട് ഓഫ്, യെസ്, പെക്ടോറൽ ഗിഡിൽ. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇലിയം വരത്തില്ല, പെക്ടോറൽ ഗിഡിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഓപ്ഷൻ 3. 163. ഇൻ കോക്രോച്ച് ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ എൻകേസ്ഡ് ഇൻ ക്യാപ്സ്യൂൾ കോൾഡ്? ഇതാ ക്യാപ്സ്യൂള് ഊത്തീക്കയാണ്. ഓപ്ഷൻ 2 ഊത്തീക്ക. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് മിയോസിസ് ഇൻ കറക്റ്റ് സീക്വൻസ്. ഇത് വരും ഓപ്ഷൻ എ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻ എയിൽ, സ്റ്റേറ്റ്മെൻറ്റ് ബിയിൽ സിനാപ്സിസ് ആണ് ആദ്യം നടക്കുക. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് നടക്കും, അതിനുശേഷം ക്രോസിംഗ് ഓവർ നടക്കും. ഓക്കെ, ദെൻ terminalization of chiasmata, then disappearance of nucleolus. So option 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1. 164 ഓപ്ഷൻ 1. 165. Which of the following options correctly represents the lung conditions in asthma and emphysema? ആസ്മ ഒന്നാമത് വരണം, എംഫിസിമ രണ്ടാമതാ. ആസ്മ എന്ന് കേൾക്കുമ്പോഴേ വീസിംഗ് സൗണ്ട് ഡ്യൂ ടു ദ ഇംപ്ലമേഷൻ ഓഫ് ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾസ്. എംഫിസിമ എന്ന് പറയുന്ന സിഗരറ്റ് സ്മോക്കിംഗ് കാരണം അൽവിലാർ വാൾ ഡാമേജ് ആവുന്നു അല്ലേ. ഏത് ഓപ്ഷൻ വരും? യെസ്, ഓപ്ഷൻ 4 ആണ്. ഇംപ്ലമേഷൻ ഓഫ് ബ്രോങ്കിയോൾസ് ആസ്മയിൽ വരും. എംഫിസിമയിൽ ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ് ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് അൽവിലാർ വാൾസ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 166. ഹൈപ്പോതലാമിക് ഹോർമോൺ ടാർജറ്റ് ഓർഗനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹൈപ്പോതലാമിക് ഹോർമോണിൻ്റെ ടാർജറ്റ് ഓർഗൻ എപ്പോഴും ആരായിരിക്കും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. യെസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ടാർജറ്റ് ഓർഗൻ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ACTH അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ടാർജറ്റ് ഓർഗൻ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഗൊണോഡ്രോപ്പിൻ്റെ ഗൊണാഡ്സ് ആണ്. MSHൻ്റെ സ്കിന്നാണ്, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദ ഒൺലി ഹോർമോൺ റിലീസ്ഡ് ബൈ പാർസ് ഇൻ്റർമീഡിയ. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് യെസ് D2. യെസ്, ഓപ്ഷൻ 3 ആണ്. യെസ്, A3 B5. യെസ്, ഓപ്ഷൻ 3. 166 ഓപ്ഷൻ 5. 167. From the below statements, how many statements are correct? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. So, urethra originates from the urinary bladder and ascends through the penis to its external opening called urethral meatus. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. Glans penis is covered by a loose fold of skin, foreskin. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. Male accessory glands include paired seminal vesicles, a prostate gland and paired bulbourethral glands. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്.
secretion of male accessory glands contribute seminal plasma which is rich in fructose, calcium and certain enzymes. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Ions present in secretions of semen neutralizes the acidity of urethra. ഇവിടെ കൺഫ്യൂഷൻ വരരുത്. യൂറിത്രയിൽ യൂറിൻ്റെ പ്രസൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂറിൻ്റെ pH നമുക്കറിയാം, നമ്മൾ എക്സ്ക്രീഷൻ പഠിക്കുന്ന അസിഡിക്കാണ്. ഈ അസിഡിക് മീഡിയത്തിൽ ഒരിക്കലും സ്പേമിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ യൂറിത്രയിൽ അസിഡിക് കണ്ടീഷൻ വന്നാൽ സ്പേം ഡിസ്ട്രോയ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ സെമിനൽ പ്ലാസ്മയിലുള്ള ഫ്ലൂയിഡ് ആൽക്കലൈനാണ്. ഈ ആൽക്കലൈൻ ആയിട്ടുള്ള ഫ്ലൂയിഡ് വരുമ്പോഴത്തേക്ക് യൂറിത്രയിൽ ഈ അസിഡിക് മീഡിയത്തെ ന്യൂട്രലൈസ് ചെയ്യുകയാണ്. അയോൺസ് പ്രസന്റ് ഇൻ സെക്രീഷൻ ഓഫ് സെമൻ ന്യൂട്രലൈസസ് അസിഡിറ്റി ഓഫ് യൂറിത്ര. ശരിയാണ്. ടെസ്റ്റിസ് ഡിവൈഡഡ് ഇൻറ്റു 250 ലോബ്സ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി. ഇന്റേണലി മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണലി ഇല്ല. സോ അത് തെറ്റാണ്. സോ ഇവിടെ നമ്മുടെ ചോദ്യം ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ആൻസർ 5 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 167 ഓപ്ഷൻ 3. 168 മാച്ച് നോക്കുക. അഡിപ്പോസ് ടിഷ്യൂ ഏത് വരും? അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ ഫാറ്റ് സ്റ്റോറേജ് ആണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം സീൻ ഇൻ സ്കിൻ, കാർട്ടിലേജ് നോസിലാവുള്ള ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് ആണ്. സോ A4 യെസ്, B1 അല്ല B3 ആണ്. A4 B3 യെസ്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ 2. 169 സെൻട്രിയോൾ അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ്. സെൻട്രിയോൾ അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ് ഡൗട്ടൊന്നും വേണ്ട, എസ് ഫേസ് ആണ്. ഓപ്ഷൻ 2 എസ് ഫേസ്. 170 നോഡ്സ് ഓഫ് റാൻവീർ ആർ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ്. നോഡ്സ് ഓഫ് റാൻവീർ ആർ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് മൈലിൻ ഷീത്ത്. ഓപ്ഷൻ 3 ആണ്. മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോളോയിങ്. ട്രൈനോസോറസ് വാസ് എ ഫ്ലൈയിങ് ഡിനോസർ. അല്ല. ആണോ? അല്ല. ബോത്ത് ഡിനോസേഴ്സ് ആൻഡ് ക്രൊക്കഡൈൽസ് ആർ ഇവോൾവ് ഫ്രം തിക്കോഡോണ്ട്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ടട്ടിൽസ് ആൻഡ് ടോട്ടോയ്സ് ബിലോങ് ടു തെറാപ്സിഡ്സ്. അല്ല, സൊറോപ്സിഡ്സ് ആണ് അല്ലേ? അല്ല. നിയറസ്റ്റ് ancestor of mammal was Plecosaurus. അല്ല, തെറാപ്സിഡ്സ് ആണ്. യെസ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. 171 ഓപ്ഷൻ 2. 172 ഷോർട്ട് ലിവ്ഡ് ഇമ്മ്യൂണിറ്റി അക്വേർഡ് ഫ്രം മദർ ടു ഫീറ്റസ് അക്രോസ് പ്ലാസൻഡ ഓർ ത്രൂ മദേഴ്സ് മിൽക്ക്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി കിട്ടുന്നു. അത് ഏത് ഇമ്മ്യൂണിറ്റിയാണ്? ഓപ്ഷൻ 3 പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡൈഅസറ്റൈൽ മോർഫിൻസ്. ഡൈഅസറ്റൈൽ മോർഫിൻസ് എന്ന് പറയുന്നത് ഹെറോയിൻ അല്ലെങ്കിൽ സ്മാക്ക് ആണ്. ഓക്കെ, ഹെറോയിൻ ഓർ സ്മാക്ക്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. കോക്കും ക്രാക്കും എന്താണ്? കൊക്കെയിനാണ്. ഹാഷിഷ് കനബിനോയിഡ് ആണ്. ഓക്കെ, യെസ്. Cyclosporin A used as a immunosuppressive agent in organ transplant patients is produced by. Option 3 Trichoderma polysporum. Option 3 ആണ്. 174 option 3. 175 in a mixture DNA fragments are separated by a technique. Yes, electrophoresis. Electrophoresis ആണ്. Option 2. Which of the following is not function of transgenic animals to study normal physiology and development? ശരിയാണ്. Used in studying diseases. Yes. ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ശരിയാണ്. ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി ഫോർ ഡിപ്രഷൻ. ഇല്ല, ട്രാൻസ്ജനിക് ആനിമൽ അങ്ങനെ അല്ല. സോ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. 177 അമെൻസാലിസം. അമെൻസാലിസം സൈൻ എന്താ? മൈനസും 0യും. സോ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 2 ആണ്. -0. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്കോളജിക്കൽ പിരമിഡ് ഈസ് ജനറലി ഇൻവേർട്ടഡ്? പിരമിഡ് ഓഫ് നമ്പർ ഇൻ ഗ്രാസ്ലാൻഡ് എപ്പോഴും അപ്രൈറ്റ് ആണ്. പിരമിഡ് ഓഫ് എനർജിയും അപ്രൈറ്റ് ആണ്. ഓൾവേസ് അപ്രൈറ്റ് ആയിട്ടുള്ളത് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ ഫോറസ്റ്റ്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റോ, അപ്രൈറ്റ് ആണ്. ഓക്കെ, അപ്രൈറ്റ് ആണ്. പക്ഷേ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം സി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കും? ഇൻവേർട്ടർ ആയിരിക്കും. സോ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. 178 ഓപ്ഷൻ 4. 179 പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ സെവറൽ ഇയേഴ്സ് ഇൻ ലിക്വിഡ് നൈട്രജൻ ഹാവിംഗ് എ ടെമ്പറേച്ചർ ഓഫ്. ഇതൊരു അഡ്വാൻസ്ഡ് എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡാണ്. പോളൻ ഗ്രെയിൻസിനെ, ഗെമീറ്റ്സിനെയൊക്കെ, എംബ്രിയോസിനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ക്രയോ പ്രിസർവേഷൻ. സോ അത് ഏത് ടെമ്പറേച്ചറാണ്? ലിക്വിഡ് നൈട്രജൻ -196 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ 2 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. External membrane is more permeable for K+ than Na+ during resting phase. ശരിയല്ലേ? ശരിയായ സ്റ്റേറ്റ്മെൻറ്റാ. ഓൾഫാക്ടറി നെർവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ്. അല്ല, ഓൾഫാക്ടറി അല്ല, ഓഡിറ്ററി ആയിരുന്നു വരേണ്ടത്. പ്രസൻസ് ഓഫ് മൈലിൻ ഷീത്ത് ഡിക്രീസസ് സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇംപൾസ്. അല്ല, ഇൻക്രീസസ് ആണ് കേട്ടോ. മൈലിൻ ഷീത്ത് ഉണ്ടെങ്കിൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്ന സ്പീഡ് കൂടും. ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് ദാറ്റ് കണക്ട് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ഈസ് കോൾഡ് കോർപ്പസ് ക്വാഡ്രിജമിന. അല്ല, കോർപ്പസ് കലോസമാണ് അല്ലേ? യെസ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എക്സാം ഏറ്റവും ഭംഗിയായിട്ട് എഴുതി അടുത്ത എക്സാമിനായിട്ട് നന്നായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.